ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. ഇത്രയും അത്. പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ട്. മറ്റ് അതർ ചൈൽഡ്ഹുഡ് സൈക്കോപാത്തോളജീസ് എന്ന് പറഞ്ഞ് ODD പഠിക്കാനുണ്ട്. അതിൽ കണ്ടക്ട് ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡർ, ടിക് ഡിസോർഡർ, ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ, പിന്നെ മെന്റൽ റിട്ടാർഡേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആ ഒരു മൊഡ്യൂളിന്റെ പാർട്ടായിട്ട് പഠിക്കാനുള്ളത്. അത് ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമുക്കൊന്ന് ഈ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഡെവലപ്മെന്റൽ പാത്തോജെനിസിസ് വരുന്ന ബയോളജിക്കൽ കോസസ്, സൈക്കോ സോഷ്യൽ കോസസ്, സോഷ്യോ കൾച്ചറൽ കോസസ്, പിന്നെ ICD-DSMന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം ഉച്ചകഴിഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? സ്ക്രീൻ കാണുന്ന ചെറുകൾ. ഓക്കെ, ഞാൻ വലുതാക്കാം. ഡെവലപ്മെന്റൽ ഡിസോർഡറിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസോർഡറാണ് ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. നമുക്കറിയാം രണ്ട് ആസ്പെക്ട്സിലാണ് ഈ ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി നിൽക്കുന്നത്. ഒന്ന് അറ്റൻഷൻ കുറവായിരിക്കും എന്നുള്ളതും, രണ്ട് ആ കുട്ടികൾ എന്താണ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഡിസോർഡറിൽപ്പെട്ട ഒരു ഇതാണ്. കാരണം ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് നമുക്കറിയാം എന്താണ്, ഒരു ഹ്യൂമൻ ലൈഫിൽ ഡെവലപ്മെന്റൽ പീരീഡ് ഉണ്ട് ഇല്ലേ? വളർച്ചയുടെ ഒരു കാലഘട്ടമുണ്ട്. 18 വരെയുള്ള ഒരു കാലഘട്ടമാണ് ഡെവലപ്മെന്റൽ പീരീഡ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഫേസ് ചെയ്യപ്പെടുന്ന ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആണ് കുട്ടികൾ ഫേസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ പീരീഡിൽ സംഭവിക്കപ്പെടുന്ന ഡിസോർഡറുകളായതുകൊണ്ടാണ് ഇവയെല്ലാം ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്നത് അറിയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയാം. നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ, ഈ ADD കുട്ടികളെ കാണാറുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിനകത്തുള്ള അറ്റൻഷൻ താരതമ്യേന വളരെ കുറവായിരിക്കുമെന്നും ക്ലാസ്സിൽ വളരെ അസ്വസ്ഥതയോടുകൂടി അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും ഈ കുട്ടികൾ പലപ്പോഴും ഇരിക്കുന്നതെന്നും ക്ലാസ്സിൽ ഒരു പരിധി കൂടുതൽ ഇവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതുമാണ് ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതേപോലെ എന്തായിരിക്കും, ഇവർ ഹൈപ്പർ ആക്റ്റീവുമായിരിക്കും. ഒരു കാര്യത്തിൽ മാത്രം അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ള ഒരു പ്രത്യേകതകളായിരിക്കില്ല. ബയോളജിക്കലി അല്ലെങ്കിൽ ജനറ്റിക് റിലേറ്റഡ് ഫാക്ടേഴ്സിന്റെ കണക്ഷൻ മുഖേന ഈ പറഞ്ഞ പോലെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും അടുത്തിരിക്കുന്ന ആളെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നേച്ചർ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ് ഈ ഒരു ഗണത്തിൽ വരുന്നത്. താരതമ്യേന ടീച്ചേഴ്സിന് ഇങ്ങനത്തെ കുട്ടികളെ കുറിച്ച് കൂടുതൽ അറിയില്ല എങ്കിൽ പലപ്പോഴും ഇവരെ ഒരുപാട് ടീച്ചേഴ്സ് വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ADD ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസോർഡർ ആൻഡ് ക്യാൻ കണ്ടിന്യൂ ത്രൂ അഡോളസൻസ് ആൻഡ് അഡൽട്ട്ഹുഡ്. അഡോളസൻസിലും അഡൽട്ട്ഹുഡിലേക്കും ലീഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡർ ആണ് ADHD എന്ന് പറഞ്ഞാൽ. ഡിഫിക്കൽറ്റി പേയിങ് അറ്റൻഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തിനകത്തോട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സ്കില്ല് ആണ് ഇവിടെ കുറഞ്ഞു വരുന്നത്. നമുക്കറിയാം കൊഗ്നിറ്റീവ് സ്കില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് അറ്റൻഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ സ്കില്ല്. ഇത് സാധാരണ നമ്മൾ സൈക്കോളജി പറയുമ്പോൾ ഒരു 20 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും എന്ന് പൊതുവെ പറയാറുണ്ട്, അല്ലെങ്കിൽ പൊതുവെ സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്യാറുമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന അറ്റൻഡ് ചെയ്യാനുള്ള സ്കില്ല് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇവർക്ക് അറ്റൻഷൻ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്തിട്ട് തന്നെ ഒരു അടുത്ത കാര്യത്തിലോട്ട് അറ്റൻഷൻ മാറുന്ന രീതിയിലോട്ടുള്ള പ്രത്യേകതകൾ ഇങ്ങനത്തെ കുട്ടികൾ കാണിക്കാറുണ്ട്. അതുപോലെ ഡിഫിക്കൽട്ടി കൺട്രോളിങ് ബിഹേവിയർ, അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നതിനകത്തോ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കുട്ടികൾ നേരിടാറുണ്ട്. അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി, ഒരു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നുള്ള തരത്തിലല്ല, എപ്പോഴും വളരെ ആക്റ്റീവായി അല്ലെങ്കിൽ വളരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ഇവരെപ്പോഴും പോവാറുണ്ട്. ഇൻ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ഇസ് ദി കീ ബിഹേവിയർ ഓഫ് ADHD.
അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സുകൾ ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, ഇൻ അറ്റൻഷൻ ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി. സെയിം ടൈം ആൻഡ് ഇമ്പൾസീവ് ബിഹേവിയർ ഓൾസോ ദി കീ ഫീച്ചേഴ്സ് ഓഫ് ADHD. And ADHD are more severe and occur more often. അപ്പോൾ ഇത് ചില സമയത്ത് മൈൽഡായിട്ട് കാണാം, പക്ഷേ സിവിയർ കേസുകളും ഇതേപോലെ ഒരുപാട് കാണാറുണ്ട്. ഇൻ ഡയഗ്നോസ്റ്റിക് പർപ്പസ് ദി ADHD child have the symptoms for 6 or more months and to a degree than other children ഓഫ് ദി സെയിം ഏജ്. അപ്പോൾ സാധാരണ ഇതൊരു 5-6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടി കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ ആ ബിഹേവിയർ സസ്റ്റെയിൻ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇൻ അറ്റൻഷന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഇൻ അറ്റൻഷൻ ഇൻ സ്കൂൾ വർക്ക്, സാധാരണ സ്കൂൾ വർക്കിനകത്തുള്ള ശ്രദ്ധ അവർക്ക് ഉണ്ടാവാറില്ല. ഇൻ അറ്റൻഷൻ ഇൻ ടാസ്ക് ആൻഡ് പ്ലേ ആക്ടിവിറ്റീസ്, അവർ കളിക്കുന്നതിനകത്താണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിനകത്ത് ഒരുപാട് നേരം കളിക്കുക എന്നുള്ളതല്ല, അവർ പെട്ടെന്ന് തന്നെ ഓരോന്നിലോട്ട് അറ്റൻഷൻ മാറി അടുത്ത കളികളിലേക്ക് അവർ മാറുക, അല്ലെങ്കിൽ പല രീതിയിലേക്ക് അവർ ഒരു ഫോക്കസ്ഡ് ലെവലിലേക്ക് അറ്റൻഷൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഫേസ് ചെയ്യപ്പെടുന്ന പ്രധാന പ്രശ്നം. ഇൻ അറ്റൻഷൻ ഇൻ സ്പീക്ക്, സംസാരിക്കുന്നതിനകത്ത് അവർക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാറില്ല. അതുപോലെ ഡിഫിക്കൽട്ടി ടു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ്, ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യമായി കോംപ്രിഹെൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ സാധാരണഗതിയിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഈ അറ്റൻഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സാധിക്കാറില്ല. അതുപോലെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ബൈ എക്സ്ട്രീനിയസ് സ്റ്റിമുലൈ, എക്സ്ട്രീനിയസ് ആയിട്ടുള്ള മറ്റ് സ്റ്റിമുലയുടെ ഒരു ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ്, മറ്റ് സ്റ്റിമുലസിനെ ഡിസ്ട്രാക്ട് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഇവർക്ക് കാണാറുണ്ട്. അതുപോലെ ഫോർഗറ്റ്ഫുൾ ദി ഡിലേ ആക്ടിവിറ്റി, പല കാര്യങ്ങളും ഒരു ഡിലേ ആക്ടിവിറ്റി ആയിട്ട് മാറാറുണ്ട്. അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസീവ്നെസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓഫൻ ലീവ്സ് ഫ്രം ദി സീറ്റ് ഓർ അതർ സിറ്റുവേഷൻസ്. അപ്പം പലപ്പോഴും ഇവരൊരു ഒരു കാര്യത്തിൽ ഒതുങ്ങിയിരിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാനുള്ള, ഓഫൻ റൺ അബൌട്ട് ഓർ ലിംസ് എക്സസീവ്ലി. അപ്പം ചുറ്റും ഓടി നടക്കുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ട് കാണാൻ പറ്റുന്ന പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ കുട്ടികളെ കാണാൻ പറ്റും. അവർ ഒരു സ്ഥലത്ത് ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മൂവ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോയിരിക്കുക, ബാക്കിലോട്ട് ഇരിക്കുക, അടുത്ത കണ്ണിലോട്ട് ശ്രദ്ധ കൊടുക്കാന് ശേഷം പിന്നെ ഇങ്ങനെ ഉള്ള കുട്ടികളെ നമുക്ക് വളരെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിഫിക്കൽട്ടി ഇൻ പ്ലേയിങ് ആൻഡ് ലെഷർ ആക്ടിവിറ്റീസ് ആൻഡ് ഓഫൻ ടോക്ക് എക്സസീവ്ലി, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഡൻസി ഇങ്ങനെയുള്ള കുട്ടികൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ള കുട്ടികളെ നമ്മൾ ADHD എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഡെവലപ്മെന്റൽ ഡിസോർഡറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ADHD എന്ന് പറയുന്നത്. സാധാരണ ഇതിന്റെ ഒരു മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ടീച്ചർ പരമാവധി ആക്ടിവിറ്റീസിൽ കുട്ടികളെ ചെയ്യുന്ന രീതിയിലേക്ക്, ഇപ്പം ക്ലാസ്സിലെ ലീഡറായിട്ട് അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തുക, അതേപോലെ ക്ലാസ്സിലെ നോട്ട്ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കുക. ക്ലാസ്സിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇങ്ങനത്തെ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് ഇവരുടെ റോള് പോസിറ്റീവായിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇവരുടെ ഈ ഹൈപ്പർ ആക്റ്റീവ് നേച്ചറിനെ റിഡ്യൂസ് ചെയ്യാൻ പലപ്പോഴും ടീച്ചേഴ്സ് ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അത് പൊതുവെ ഇവരെ മാനേജ് ചെയ്യുന്നത്. പിന്നെ സിവിയർ ആയിട്ട് വരുന്നതിനകത്ത് മെഡിക്കേഷൻസ് അങ്ങനെയുള്ള രീതികളിലേക്കും പോകുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് നമുക്ക് ഓട്ടിസം എന്ന് പറയുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് സിംറ്റംസുകൾ കാണിക്കുന്ന, ഒരുപാട് പ്രത്യേകതകൾ കാണിക്കപ്പെടുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ് ഓട്ടിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓട്ടിസത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സേവിയർ ഫോം ഓഫ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളതാണ്. ഇല്ലേ, വൈകാരികമായിട്ടുള്ള തലത്തിൽ സംഭവിക്കപ്പെടുന്ന ഒരു ഡിസ്റ്റർബൻസ് ഇങ്ങനത്തെ ഉള്ളവരിൽ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവരിൽ വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഡിലേ ഇൻ സ്പീച്ച് ഡെവലപ്മെന്റ്, പ്രധാനമായിട്ട് 3 കോർ ഏരിയയിൽ ഇവർക്ക് ഈ ഓട്ടിസ്റ്റിക് ചൈൽഡ് പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ബിഹേവിയറൽ ആസ്പെക്ട്സ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പൊ ഇതിനകത്ത് ഈ സ്പീച്ച് ഡെവലപ്മെന്റ് പൊതുവെ ഡിലേഡ് ആയിട്ടായിരിക്കും ഇങ്ങനത്തെ ഈ ഓട്ടിസ്റ്റിക് ചൈൽഡിൽ കാണുന്നത്. അതുപോലെ നോൺ കമ്മ്യൂണിക്കേറ്റീവ് സ്പീച്ച്, പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടില്ല, ഉണ്ടാവില്ല, അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവർ ബോഡി ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ സിംഗിൾ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ഈ ഓട്ടിസ്റ്റിക് ചൈൽഡ് പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വിഡ്രോവൽ ടെൻഡൻസീസ്, പലതിൽ നിന്നും വിഡ്രോ ചെയ്യുക, സോഷ്യൽ ഇന്ററാക്ഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊതുവെ ഓട്ടിസ്റ്റിക് ചൈൽഡ് കാണിക്കുന്ന പ്രധാന പ്രത്യേകത. അതുപോലെ ലാംഗ്വേജ് പ്രോബ്ലം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാംഗ്വേജ് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനോ ലേൺ ചെയ്യാനോ അക്വിസിഷൻ ചെയ്യാനോ ഈ ഓട്ടിസ്റ്റിക് ചൈൽഡിന് പലപ്പോഴും പറ്റണമെന്നില്ല. അതുപോലെ പ്രോബ്ലംസ് ഇൻ കൺവേ ദി മീനിങ്, പലതിനെയും കോംപ്രിഹെൻസ് ചെയ്യാനോ കൺവേ ചെയ്യാനോ മീനിങ് കൃത്യമായിട്ട് എടുക്കാനോ എന്നുള്ള രീതിയിലേക്ക് ഓട്ടിസ്റ്റിക് ചൈൽഡിന്റെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാറുണ്ട്. ഈ എല്ലാ സിംറ്റംസും ഒരേപോലെ വരണമെന്നില്ല. പൊതുവെ നമുക്കറിയാം ആവറേജ് ഓർ എബോവ് ആവറേജ് ഇന്റലിജൻസ് ഓട്ടിസ്റ്റിക് ചൈൽഡിന് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റലിജൻസിന്റെ പ്രോബ്ലം ആയിട്ടല്ല നമ്മൾ ഓട്ടിസ്റ്റിക്കിനെ
കാണുന്നത്. ഇന്നബിലിറ്റി ടു ഡീൽ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരെ ഡീൽ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇന്ററാക്ട് ചെയ്യാൻ, ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇതിനകത്ത് പലപ്പോഴും ഓട്ടിസ്റ്റിക് ചൈൽഡ് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പാരന്റലി ഗുഡ് ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ, പക്ഷേ സെയിം ടൈമിൽ നമുക്കറിയാം ഓട്ടിസ്റ്റിക് ചൈൽഡിന്റെ പ്രധാന പ്രത്യേകത കാണുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ മേഖലയ്ക്കകത്തൊക്കെ അവർ വളരെ സ്കിൽഡ് ആയിട്ട് കാണാറുണ്ട്. ബോഡി മൂവ്മെന്റ്സ് വൈൽ സ്പീക്കിംഗ്, ബിഹേവിയർ, ബോഡി മൂവ്മെന്റിനകത്തുള്ള ഡിഫറൻസസുകൾ വളരെ കാണാൻ പറ്റും. ചില ഗെയിം അല്ലെങ്കിൽ ചില കളികൾ കളിക്കുകയാണെങ്കിൽ അവർ അതിൽ തന്നെ വളരെ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നത് കാണാൻ പറ്റും. സെൽഫ് ഓറിയന്റഡ് കളികൾക്കകത്താക്കിയവർക്ക് കൂടുതൽ, ചില ക്രിയേറ്റീവ് കളികളൊക്കെ അല്ലെങ്കിൽ ചില ഈ ബ്ലോക്കുകളൊക്കെ യോജിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഡിലൂഷൻ, ഹാലൂസിനേഷൻ പോലുള്ള ഇഷ്യൂസുകളും ഓട്ടിസ്റ്റിക് ചൈൽഡ് സിവിയർ ആകുന്നതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഇതിനൊരു സൈക്കാട്രിക് ഇഷ്യൂസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനി എന്നുള്ള രീതിയിൽ പണ്ട് തൊട്ടേ കണ്ടിരുന്നു ഓട്ടിസ്റ്റിക് ചൈൽഡിന്. പക്ഷെ പിന്നീട് മനസ്സിലായതൊരു സ്കിസോഫ്രീനിക് നേച്ചർ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓട്ടിസം എന്നുള്ള രീതിയിലേക്ക് അത് മാറുകയാണ് ചെയ്തത്. ഓട്ടിസം ഇസ് എ ബയോളജിക്കൽ ഡിസോർഡർ. ഇതൊരു ബയോളജിക്കൽ ഡിസോർഡർ ആയിട്ടാണ്, അതുപോലെ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. പുവർ അറ്റാച്ച്മെന്റ് സ്കിൽസ് ബൈ മദർ, അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്കിൽസ് താരതമ്യേന ഇങ്ങനെയുള്ള കുട്ടികളിൽ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ പലപ്പോഴും വളരെ സിവിയർ കേസിനകത്ത് അമ്മയോടുള്ള ഇന്ററാക്ഷനോ സംസാരമോ അമ്മയെ തിരിച്ചറിയുന്ന രീതിയിൽ വളരെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ കുട്ടികൾ കാണിക്കാറുണ്ട്. ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ്, ഇതൊരു ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ അബ്നോർമൽ ഡെവലപ്മെന്റ് ഓഫ് ദി ബ്രെയിൻ ആൻഡ് സെറിബ്രൽ ഡിസ്ജെനീസിസ്, അപ്പം അബ്നോർമൽ ഡെവലപ്മെന്റ് ബ്രെയിനിൽ സംഭവിക്കപ്പെടുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് ഇതിനെ കാണുന്നത്. പലപ്പോഴും ഇതിന്റെ ഒരു കോസ്റ്റ് ഫാക്ടർ എടുക്കുമ്പോൾ ഇന്ന ഒരു പ്രത്യേകത കൊണ്ടാണ് ഓട്ടിസം ഉണ്ടായത് എന്ന് വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷെ ബ്രെയിനിൽ സംഭവിക്കപ്പെടുന്ന വേരിയേഷൻസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ട് ആണ് ഇതിന്റെ ഒരു കോസ്റ്റ് ഫാക്ടർ ആയിട്ട് നിൽക്കുന്നത്. മ്യൂട്ടേഷൻ ഓഫ് എ സിംഗിൾ ജീൻ, റെഡ് സിൻഡ്രോം, റെഡ് സിൻഡ്രോം ഒരു സിംഗിൾ ജീനിൽ സംഭവിക്കുന്നതാണ്. നമ്മളൊന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ബയോകെമിക്കൽ ഡിഫക്ട്സ് ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഡിസോർഡർ വരുന്നതാണ്. ഇമ്പയർമെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ബിഹേവിയർ ആണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ ഓട്ടിസം അഫക്ട് ഔട്ട് ഓഫ് ദി 100 to 166 ചിൽഡ്രൻ, 1 out of 100 to 166 ചിൽഡ്രൻ. അപ്പോൾ ഒരു 1% അല്ലെങ്കിൽ 1.6% പ്രിവലൻസ് റേറ്റ് കാണിക്കപ്പെടുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് ഈ ഓട്ടിസം കാണുന്നത്. ഇറ്റ്സ് അഫക്ട് ദി 5 boys to every 1 girl. അപ്പോൾ താരതമ്യേന ഇതൊരു ജെൻഡർ സെൻസിറ്റീവ് ഇഷ്യൂസ്, ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡറും കൂടിയായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം ബോയ്സിനെ കമ്പാരിറ്റീവ്ലി അഫക്ട് ചെയ്യുന്നത് കൂടുതലാണ്. അതുപോലെ അബ്നോർമാലിറ്റീസ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ബട്ട് നോർമൽ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്ററാക്ഷനകത്തുള്ള ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ സിംറ്റംസ് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഓട്ടിസ്റ്റിക് ചൈൽഡ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓട്ടിസം അസോസിയേറ്റഡ് വിത്ത് ദി അതർ ഡിസോർഡേഴ്സ്, MR, അപ്പൊ മറ്റ് ചില ഡിസോർഡറുകളുമായിട്ട് ഇത് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണാറുണ്ട്. റേഞ്ച് ഫ്രം മൈൽഡ് ടു സിവിയർ, മിക്കവാറും എല്ലാ ഡെവലപ്മെന്റൽ ഡിസോർഡറും അതൊരു മൈൽഡ് ടു സിവിയർ എന്നുള്ള ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. ഇതും ഓട്ടിസവും അതിനകത്ത് വളരെ മൈൽഡ് ഓട്ടിസവും ഉണ്ട്, അത് മോഡറേറ്റ് അല്ലെങ്കിൽ പ്രൊഫൗണ്ട് അല്ലെങ്കിൽ സിവിയർ, ഇങ്ങനെയുള്ള ലെവലിലേക്ക് ഇത് അതിന്റെ ഒരു റേഷ്യോ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൈൽഡ്ലി അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് മേ അപ്പിയർ വെരി ക്ലോസ് ടു നോർമൽ. അപ്പോൾ വളരെ മൈൽഡ് ആയിട്ട് നിൽക്കുന്ന ചില കോണ്ടെക്സ്റ്റിൽ ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ വളരെ സിവിയർ ആയിട്ടുള്ള രീതിയിലേക്കും ഇത് കണക്റ്റഡ് ആവുന്നുണ്ട്. ഇറ്റ്സ് കൺഫ്യൂസ്ഡ് വിത്ത് ദി ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയ ആൻഡ് ചൈൽഡ്ഹുഡ് സൈക്കോസിസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സൈക്കോസിന്റെയോ സിമിലർ സിംറ്റംസ് എന്നുള്ള രീതിയിലേക്ക് ഓട്ടിസം പലപ്പോഴും സിവിയർ ആവുമ്പോൾ കാണാൻ പറ്റും. കാരണം കുട്ടി വളരെ വിഡ്രോ ചെയ്യുക, മിണ്ടാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, അവന്റെ ലോകത്ത് മാത്രമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും കുട്ടി മാറുന്നു. അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, ആ രീതിയിൽ വരുന്ന ഒരു സ്കിസോഫ്രീനിക് നേച്ചറിലേക്ക് ചില സമയത്ത് കുട്ടി കടന്നു പോകുന്നതുകൊണ്ടാണ് ഈ രീതിയിലൊരു കൺഫ്യൂഷൻസ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇംപവർമെന്റ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ബിഹേവിയേഴ്സ്. ഇതിനെ കൺസോൾട്ടേറ്റ് ചെയ്യാവുന്ന 3 പ്രധാനപ്പെട്ട കോർ സിംറ്റം എന്ന് പറയുന്നത്, ഒന്ന് സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ ഇംപവർമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ബിഹേവിയേഴ്സ്. ഇനി സോഷ്യൽ ഇന്ററാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫെയിൽ ടു ഡെവലപ്പ് നോർമൽ പേഴ്സണൽ ഇന്ററാക്ഷൻ. ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്ത് പലപ്പോഴും ഓട്ടിസ്റ്റിക് ചൈൽഡിന് വളരെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിവിയർ എംപവർമെന്റ് അഫക്ട് ദി ബോണ്ടിങ് ബിറ്റ്വീൻ മദർ ആൻഡ് ചൈൽഡ്. ഒരു മദർ ടു ചൈൽഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനകത്ത് ഒരു ബോണ്ടിങ് റിലേഷൻഷിപ്പ്, ലവിങ് റിലേഷൻഷിപ്പ് പലപ്പോഴും ഓട്ടിസ്റ്റിക് ചൈൽഡ്
താരതമ്യേന കുറവായിരിക്കും. അല്ലെങ്കിൽ മറ്റു ചില ഡിസബിലിറ്റി നമുക്കറിയാം, ചില മെന്റൽ റിട്ടാർഡേഷൻ ചില കാറ്റഗറീസ് ഒക്കെ എടുക്കുവാണെങ്കിൽ വളരെ അഫക്ഷനേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉള്ള കുട്ടികളെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ കുട്ടി പലപ്പോഴും വിഡ്രോ ചെയ്യുകയാണ്. അവൻ എത്ര സ്നേഹിച്ചാലും അവന് പല അമ്മമാരും പറയാറുണ്ട്, അവൻ തിരിച്ച് എന്നോടൊന്നും സ്നേഹത്തോട് പെരുമാറുന്നില്ല എന്നുള്ള പരാതികളൊക്കെ പലപ്പോഴും ഓട്ടിസ്റ്റിക്കിന്റെ അമ്മമാർ പലപ്പോഴും പറയാറുണ്ട്. അതേപോലെ ഇന്നബിലിറ്റി ടു പിയർ ആൻഡ് സിബ്ലിംഗ് റിലേഷൻഷിപ്പ്, പലപ്പോഴും സിബ്ലിംഗ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ പിയർ റിലേഷൻഷിപ്പോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. അതുപോലെ ലിറ്റിൽ ഓർ നോ ജോയ് എന്ന് പറയുന്ന വളരെ സാഡായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും സാഡ് എന്നല്ല, അവന്റെ ലോകത്ത് അവൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ ഒരു ഇഷ്യൂസും കാണാറുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഇൻ റിസപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജസ്. കമ്മ്യൂണിക്കേഷൻ എടുക്കുവാണെങ്കിൽ ഒരു ലാംഗ്വേജിനെ റിസപ്റ്റ് ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്കില്ലുകൾ താരതമ്യേന വളരെ കുറവായിരിക്കും ഓട്ടിസ്റ്റിക് ചൈൽഡിന്. അതുപോലെ ഇന്നബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ ഡിറക്ഷൻസ്, ക്വസ്റ്റ്യൻസ് ആൻഡ് കമാൻഡ്. അപ്പോൾ ഒരു കാര്യത്തെ എന്താണ് ഇന്നബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ ഡിറക്ഷൻസ്, ക്വസ്റ്റ്യൻസ് ആൻഡ് കമാൻഡ്സ്, ഒരു കാര്യത്തെ കോംപ്രിഹെൻസ് ചെയ്തെടുക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ, അതിനെ റീതിങ്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ ഒക്കെ പലപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഈ പറയുന്ന ഗ്രൂപ്പിന് ഫേസ് ചെയ്യാറുണ്ട്. അതുപോലെ എൻഗേജ് സിമ്പിൾ ഏജ് അപ്രോപ്രിയേറ്റ് ചൈൽഡ്ഹുഡ് ഗെയിംസ്. അവർ കളിക്കുന്ന ഗെയിമിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സെൽഫ് ഓറിയന്റഡ് ഗെയിംസുകൾ, ചില കൺസ്ട്രക്റ്റീവ് ഗെയിംസുകളിലേക്ക് ഓട്ടിസ്റ്റിക് ചൈൽഡ് കൂടുതലായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്നബിലിറ്റി ടു വേ കമ്മ്യൂണിക്കേഷൻസ്, ഒരു ടു വേ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അത് പലപ്പോഴും പരാജയം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഓട്ടിസ്റ്റിക് ചൈൽഡ്. സ്പീച്ച് സീം ലാക്ക് ഓഫ് നോർമൽ ഇമോഷൻസ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്പീച്ച് ഒന്നും പലപ്പോഴും പോസിബിൾ ആവാറില്ല. ഇമ്മെച്യൂർ സെന്റൻസസ്, വാണ്ട് വാട്ടർ, ഐ വാണ്ട് സം വൺ വാട്ടർ, അതായത് ചില വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ കുട്ടികൾ അവർ വേണം അങ്ങനെയുള്ള സിംഗിൾ വേർഡുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട്, ഒരു സെന്റൻസ് മേക്ക് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കാതെ ഒരു സിംഗിൾ വേർഡിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് ഓട്ടിസ്റ്റിക് ചൈൽഡ് കൂടുതൽ കാണാറുണ്ട്. മറ്റേ ബിഹേവിയർ ആസ്പെക്ട്സ് എടുക്കുവാണെങ്കിൽ ചില ബിഹേവിയർ റെപ്പിറ്റേറ്റീവ് ആൻഡ് അബ്നോർമൽ ബിഹേവിയർ പോലെ കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പറ്റും. ചില ആക്ഷൻസ്, ചില ബിഹേവിയറുകൾ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഹൈപ്പർ സെൻസിറ്റീവ് ഇൻ വിഷൻ, ഹിയറിംഗ് ആൻഡ് ടച്ച് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ക്യാരക്ടർ. അതുപോലെ നോ പർപ്പസ്ഫുൾ ആക്ഷൻ ഓർ ബിഹേവിയേഴ്സ്, ഒരു പർപ്പസ്ഫുൾ ആക്ഷൻ ബിഹേവിയർ പലപ്പോഴും അവർ ഇല്ല, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് ഒരു ആക്ഷൻ എടുക്കാനോ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെയ്യാനോ പലപ്പോഴും ഈ ഓട്ടിസ്റ്റിക് ചൈൽഡ് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകത. ദി ചൈൽഡ് ഓർ അഡൾട്ട് മേ സെൻട്രലി പ്ലേ വിത്ത് ഓൺലി വൺ ടൈപ്പ് ഓഫ് ടോയ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ അവരുടെ കളികൾക്കകത്തുള്ള പ്രത്യേകതകൾ കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ ഓട്ടിസ്റ്റിക് ചൈൽഡിനകത്ത് കാണുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയുന്നത്. ഈ ഓട്ടിസവും അതേപോലെ റെറ്റ്സ് ഡിസോർഡർ, അതുപോലെ ആസ്പെർജേഴ്സ് സിൻഡ്രോം, ചൈൽഡ്ഹുഡ് ഡിസ്ഇന്റഗ്രേറ്റീവ് ഡിസോർഡർ CDD, അതുപോലെ പെർവസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് PDD NOS എന്ന് പറയുന്നത്, ഇതെല്ലാം പെർവസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസോർഡറിന്റെ കാറ്റഗറിയിലോട്ടാണ്, ഡെവലപ്മെന്റൽ ഡിസോർഡറിന്റെ കാറ്റഗറിയിലോട്ടാണ് വെച്ചിരിക്കുന്നത് കാണുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് കണക്ട് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഡെവലപ്മെന്റൽ പീരീഡിനകത്ത് പല സ്കില്ലുകളും എന്താണ്, ഒരു സോഷ്യൽ ഇന്ററാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ഇമാജിനേഷൻസ്, ഇങ്ങനെ പറയുന്ന മേഖലക്കകത്ത് വളരെ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ഓഫ് ദ തിങ്കിങ് ആൻഡ് പ്രോബ്ലം റിലേറ്റഡ് ആക്ഷൻസ് എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും ഫേസ് ചെയ്യപ്പെടുന്ന പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് പെർവസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡറിനെ കാണുന്നത്. പെർവസീവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു ബി പ്രസന്റ് ത്രൂ ഔട്ട് എന്നുള്ളതാണ്. അതായത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നൊരു കോണ്ടെക്സ്റ്റാണ് ഈ ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ നിലനിൽക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ പെർവസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വെർബൽ കമ്മ്യൂണിക്കേഷനകത്തുള്ള ഡിഫിക്കൽട്ടീസ് കാണുന്നുണ്ട്. അതുപോലെ യൂസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജിനകത്ത് ഈ പറയുന്ന മിക്കവാറും എല്ലാ ഡിസോർഡറിൽപ്പെട്ട കാറ്റഗറിയിലുള്ളവർക്കും ഒരേപോലെ കോമൺ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിക്കുമ്പോൾ ഒരു കോമൺ ആംഗിളിൽ വേണം പഠിക്കാൻ. ചെറിയ ചില വേരിയേഷൻസ് ഒക്കെ ചില ഡിസോർഡറിനകത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസോർഡറിനകത്ത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു അതനുസരിച്ചിട്ട് തന്നെ സിംറ്റംസ് അനുസരിച്ചിട്ട് തന്നെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ ഡിഫിക്കൽട്ടി വിത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് അകത്ത് വളരെ ഡിഫിക്കൽട്ടീസ് പൊതുവെ ഡെവലപ്മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ പോസിറ്റീവ് ഡെവലപ്മെന്റൽ ഡിസോർഡറിനകത്ത് കാണാൻ പറ്റും. അതുപോലെ ഡിഫിക്കൽട്ടി വിത്ത് സോഷ്യൽ ഇന്ററാക്ഷൻസ് പലപ്പോഴും വളരെ കോമൺ കാണാൻ പറ്റുന്ന ഒരു സിംറ്റമാണ്. അതുപോലെ അൺയൂഷ്വൽ വേ ഓഫ് പ്ലേയിങ് വിത്ത് ടോയ്സ് ആൻഡ് അതർ ഒബ്ജക്ട്സ്,
അപ്പോൾ സാധാരണ കളിക്കുന്ന കുട്ടികളുടെ നമുക്കറിയാം ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് പ്ലേയിലൂടെയാണ്. അപ്പോൾ അതിനകത്തുള്ള ഡിഫറൻസസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് കാണാൻ പറ്റും. അതുപോലെ ഡിഫിക്കൽട്ടി അഡ്ജസ്റ്റിംഗ് ടു ചേഞ്ച് റുട്ടീൻ ഓർ ഫെമിലിയർ സറൗണ്ടിങ്സ്. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി താരതമ്യേന ആ രീതിയിൽ എന്താണ് ഒരു ഒരു കുറവാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ പർട്ടിക്കുലർ മേഖലയിലായിരിക്കും ഈ പറയുന്ന മിക്കവാറും പ്രോബ്ലംസ് കാണിക്കുന്നത്. റിപ്പറ്റേറ്റീവ് ബോഡി മൂവ്മെന്റ്സ് പൊതുവെ കാണിക്കുന്നുണ്ട്. അതുപോലെ ചേഞ്ചിങ് റെസ്പോൺസ് ടു സൗണ്ടിനോടുള്ള ഒരു ചേഞ്ചിങ് റെസ്പോൺസുകൾ പൊതുവെ കാണിക്കാറുണ്ട്. അതുപോലെ ടെമ്പർ ടാൻട്രംസ് കാണിക്കാറുണ്ട്. ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ്, അഗ്രസീവ് ബിഹേവിയർ, ഫിയർഫുൾനെസ്, ഇങ്ങനെയുള്ള ഒരുപാട് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷനെയാണ് പോസസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു ഡിസോർഡർ ആണ് ഓട്ടിസ്റ്റിക് ഡിസോർഡർ. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ഡിസോർഡർ ആണ് റെഡ്സ് ഡിസോർഡർ എന്ന് പറയും. ഇതും ഓട്ടിസ്റ്റിക് ഡിസോർഡറുമായി വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. റെഡ്സ് ഡിസോർഡർ ഇസ് ആൻ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ദാറ്റ് അഫക്ട് ഓൺലി ഗേൾസ് ആൻഡ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ ഇൻ ഫീമെയിൽസ്. അപ്പോൾ വളരെ റെഡ്സ് ഡിസോർഡർ നമുക്കറിയാം എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പെൺകുട്ടികൾക്കാണ് ഈ ഡിസോർഡർ കാണുന്നത്. Girls with this syndrome show normal development during the first 6 to 18 months of life, followed first by the period of stagnation and then by rapid regression in motor and language skills. ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1-1.5 വയസ്സ് വരെ സാധാരണഗതി ഡെവലപ്മെന്റ് സംഭവിക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ ഇന്ററാക്ഷനകത്തൊക്കെ ഡിലേ സംഭവിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനാണ് റെഡ്സ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ പേരൻസ് ഇങ്ങനെ വരുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആവുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാതെ അല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആദ്യം എൻ്റെ കുട്ടി ഉണ്ടായ സമയത്ത് യാതൊരു പ്രോബ്ലം ഇല്ലായിരുന്നു, പിന്നീടാണ് പ്രോബ്ലം ഉണ്ടായത് എന്നുള്ള ഒരു ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഈ റെഡ്സ് ഡിസോർഡറിനകത്ത് സംഭവിക്കാറുണ്ട്. അപ്പം പൊതുവെ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ചിനകത്തുള്ള പ്രോബ്ലംസ്, ബിഹേവിയറൽ ഡിഫറൻസസുകൾ, ദാറ്റ് മീൻസ് റിലേറ്റഡ് വിത്ത് ദി ഓട്ടിസ്റ്റിക് ചൈൽഡ്. അതുപോലെ പാനിക് അറ്റാക്കുകൾ കാണിക്കാറുണ്ട്. അതുപോലെ ടീത്തിനകത്തുള്ള ചില പ്രത്യേകതകൾ, മൈക്രോസെഫാലി, സ്മോൾ ഹെഡ്, ആ ഒരു രീതിയിലുള്ള പ്രത്യേകതകൾ കാണിക്കാറുണ്ട്. അതുപോലെ ലോസ് ഓഫ് സ്പീച്ച്, ഡിമെൻഷ്യ, സിവിയർ ഡിമെൻഷ്യ കണക്ട് ചെയ്യാറുണ്ട്. സ്റ്റീരിയോ ടൈപ്പ് ഹാൻഡ് റൈറ്റിംഗ് മൂവ്മെന്റ് കാണിക്കാറുണ്ട്. അതുപോലെ ലോസ് ഓഫ് പർപ്പസ്ഫുൾ യൂസ് ഓഫ് ദി ഹാൻഡ്, ഒരു പർപ്പസ്ഫുള്ളി ഹാൻഡ് യൂസ് ചെയ്യാൻ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ നാക്കിന്റെ ഒരു സ്ട്രക്ചർ ക്ലിയർ അല്ലാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് സിംറ്റംസുകൾ, ഒരുപാട് പ്രത്യേകതകൾ ഈ റെഡ്സ് ഡിസോർഡറിലുള്ളവർ കാണിക്കാറുണ്ട്. മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റെഡ്സ് ഡിസോർഡർ ബാധിക്കുന്നവർക്കകത്ത് ഡെത്ത് റേറ്റ് താരതമ്യേന വളരെ കൂടുതലാണെന്നും അത് വളരെ സഡൻ ആയിട്ട് ഏകദേശം 26% സഡൻ ഡെത്ത് സംഭവിക്കുന്നു എന്നുള്ളതുമാണ്. പ്രത്യേകിച്ച് അറ്റാക്ക് പോലുള്ള സംഭവിച്ചുകൊണ്ടുള്ള ആ ഒരു സാധ്യതകൾ വളരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊരു ഡിസോർഡറാണ് ഓട്ടിസം സ്പെക്ട്രത്തിൽ വരുന്ന ആസ്പെർജിയസ് സിൻഡ്രോം എന്ന് പറയും. ഈ ആസ്പെർജിയസ് സിൻഡ്രോം ഈസ് വൺ ഓഫ് ദി ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ദാറ്റ് അഫക്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ ബിഹേവിയർ, യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പാറ്റേൺ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻസ്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ആസ്പെർജിയസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. ഇൻഡിവിജ്വൽ ബിഹേവിയർ അല്ലെങ്കിൽ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ അഫക്ട് ചെയ്യപ്പെടുന്ന ഒരു, അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ അഫക്ട് ചെയ്യപ്പെടുന്ന ഒരു ഡിസോർഡർ ആണത്. Asperger's disorder is characterized as one of the autistic spectrum disorders. Through Asperger's syndrome is considered to be the milder and or higher functioning range of the spectrum. അപ്പം ഓട്ടിസ്റ്റിക് സ്പെക്ട്രമിനകത്തൊരു മിക്കവാറും ഹയർ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഇഷ്യൂസ് ആയിട്ടാണ് ആസ്പെർജർ സിൻഡ്രത്തിനെ കാണുന്നത്. ഈ ആസ്പെർജർ സിൻഡ്രം ഉള്ളവർ പൊതുവെ ഈ ലാക്ക് ഓഫ് സോഷ്യൽ അവയർനെസ് വളരെ കുറവായിരിക്കുന്നതാണ്. അതുപോലെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സോഷ്യലൈസിങ്, അല്ലെങ്കിൽ മേക്കിംഗ് ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സോഷ്യലൈസിങ് സ്കില്ല്, സോഷ്യൽ ഇന്ററാക്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിനും വളരെ കുറവായിരിക്കും. അതുപോലെ ഡിഫിക്കൽട്ടി മേക്കിംഗ് സസ്റ്റൈനിങ് ഫ്രണ്ട്ഷിപ്പിനകത്ത് ഇവർക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇന്നബിലിറ്റി ടു ഇൻഫർ ദി തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് അതേഴ്സ്. തോട്ട്സ് ഫീലിംഗ്സ് ഒക്കെ റീകളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഇന്നബിലിറ്റി പലപ്പോഴും കാണിക്കാറുണ്ട്. അതുപോലെ ഇന്റന്റലി ഓർ അവോയ്ഡിങ് ഐ കോണ്ടാക്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐ കോണ്ടാക്ടോ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐ കോണ്ടാക്ടോ അതുപോലെ ചേഞ്ചിങ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടുപോകാനോ പലപ്പോഴും ഇവർക്ക് സാധിക്കാറില്ല. അതുപോലെ ലാക്ക് ഓഫ് യൂസ് ഓഫ് കോംപ്രിഹെൻഷൻസ് ഓഫ് ജസ്റ്റേഴ്സ്,
ജസ്റ്റേഴ്സുകൾ യൂസ് ചെയ്യുന്നതിനകത്തുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അതായത് നമുക്കറിയാം വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അല്ലേ. അതിനകത്ത് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് നമുക്കറിയാം വെർബലിനേക്കാളും ഭയങ്കര ഇഫക്റ്റീവ് പലപ്പോഴും പറയുന്നത് നോൺ വെർബൽ ആണ്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനകത്ത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് നോൺ വെർബൽ ആയിട്ടാണ് പറയുന്നത് വെർബലിനേക്കാൾ കൂടുതലായിട്ട്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി നിങ്ങളുടെ മുമ്പിൽ വിസിബിൾ ആയിട്ട് നിന്ന് ക്ലാസ് എടുത്താൽ കുറച്ചും കൂടി എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ നിങ്ങൾ ഒരു സെൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ നോൺ വെർബലിനകത്തുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസുകൾ ഈ പറയുന്ന ഈ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിനകത്ത് പ്രത്യേകിച്ച് ആസ്പെർജർ സിൻഡ്രത്തിനകത്തുള്ളവർ കാണിക്കാറുണ്ട്. അതേപോലെ ലാക്ക് ഓഫ് യൂസ് ഓഫ് കോംപ്രിഹെൻഷൻ ഓഫ് ജസ്റ്റേഴ്സ്, അതേപോലെ ഫെയിലിയർ ടു റെസ്പെക്ട് ഇന്റർപേഴ്സണൽ ബൗണ്ടറീസ്, ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എങ്ങനെ ഒരാളോട് സംസാരിക്കണം, ഇന്ററാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളുമായിട്ട് മിങ്കിൾ ചെയ്യണം, ഇതിനകത്തൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാറുണ്ട്. അതുപോലെ അൺയൂഷ്വലി സെൻസിറ്റീവ് ടു നോയ്സ്, ടച്ച്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് വിഷ്വൽ സ്റ്റിമുലേ. ഒരു വിഷ്വൽ സ്റ്റിമുലേ അൺയൂഷ്വലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സുകൾ പലപ്പോഴും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ റെസ്പോൺസ് സിസ്റ്റത്തിലോട്ടല്ല പലപ്പോഴും ഈ ആസ്പെർജർ സിൻഡ്രോം ഉള്ളവർ നിൽക്കുന്നത്. അതുപോലെ ഇന്നബിലിറ്റി ടു ഓവർ അത്തറൻസ് ഓർ ഡിപ്പെൻഡൻസ്, അതൊരു എങ്ങനെ ഇൻഫ്ലെക്സിബിലിറ്റി പലപ്പോഴും കാണിക്കാറുണ്ട്. ഒരു ഡിപ്പെൻഡിങ് നേച്ചറായിട്ട് കാണിക്കാനോ അല്ലെങ്കിൽ പലപ്പോഴും ഒരു സിറ്റുവേഷൻ ബേസ്ഡ് അഡാപ്റ്റീവ് നേച്ചർ കാണിക്കാൻ പലപ്പോഴും ഈ പറയുന്ന ഈ ആസ്പെർജർ സിൻഡ്രോം കൊണ്ട് പലപ്പോഴും പറ്റാറില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ഈ ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. നമ്മൾ ഇടയ്ക്ക് ചില ഫിലിംസിലൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഈ ടിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ടിക് ഇസ് എ പ്രോബ്ലം in which a part of the body moves repeatedly, quickly, suddenly and uncontrollably. നമ്മളെ ചില ബോഡിയുടെ മൂവ്മെന്റുകൾ എന്ത് സംഭവിക്കും, വല്ലാതെ റിപ്പീറ്റ് ആവുക, അല്ലെങ്കിൽ ക്വിക്ക് ആവുക, സഡൻ ആവുക, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആവുന്ന ഒരു കണ്ടീഷനാണ് ടിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ടിക് ക്യാൻ ഒക്വർ ഇൻ എനി ബോഡി പാർട്സ് സച്ച് ആസ് ദി ഫേസ്, ഷോൾഡർ ആൻഡ് ഹാൻഡ് ഓർ ലെഗ്സ്. നമുക്കറിയാം ചില വ്യക്തികൾ നമ്മൾ ഒബ്സർവ് ചെയ്യാം, അവിടെ ഈ ചില ബോഡി പാർട്സുകൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും ചില കോമഡി പരിപാടികൾക്കകത്തൊക്കെ ഇതൊക്കെ ഒരു രസകരമായിട്ട് ചില ഉപയോഗിക്കുന്ന ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇതേപോലെ ചില സമയത്ത് ഇത് വോക്കൽ ടിക്സ് എന്ന് പറഞ്ഞിട്ട് സൗണ്ടിന്റെ ചില അറിയാത്ത ചില സൗണ്ടുകൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് വരാറുണ്ട്. ദി മോസ്റ്റ് ടിക് ആർ മൈൽഡ് ആൻഡ് ഹാർഡ്ലി നോട്ടീസബിൾ. അപ്പോൾ പലപ്പോഴും ഇതൊരു വളരെ മൈൽഡ് ലെവലിലാണ് കാണുന്നത്. ചില കേസുകൾക്കകത്ത് ഹാർഡ് ആയിട്ടുള്ള ലെവലിലേക്ക് ഈ പറയുന്ന ടിക് ഡിസോർഡർ കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. ഞാനത് സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ മെന്റൽ റിട്ടാർഡേഷന്റെ ഇപ്പോഴത്തെ പേരൊന്നും ആരെങ്കിലും ഒന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു. എന്താണ് ഇപ്പം നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ എന്നുള്ള വാക്ക് അല്ല അത്ര യൂസ് ചെയ്യുന്നത്, ഇപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഡിഫറെന്റ്ലി ഏബിൾ ആണോ സർ? ഡിഫറെന്റ്ലി ഏബിൾഡ് നമ്മൾ ഡിസബിലിറ്റിക്ക് ഒരു കോമൺ നെയിം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ്ലി ഏബിൾ. ഈ ഗ്രൂപ്പിന് ഇപ്പൊ ഇതിനകത്ത് BEd മെന്റൽ റിട്ടാർഡേഷൻ എന്നുള്ള കോഴ്സാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന് BEd ഇൻ മെന്റൽ റിട്ടാർഡേഷൻ അല്ല, സ്പെഷ്യൽ എഡ്യൂക്കേഷനകത്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഏത് മേഖലയിലായിരിക്കും ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത്? മെന്റൽ റിട്ടാർഡഡ് ആയിട്ടുള്ളവർ ഏത് നമ്മുടെ കോഗ്നിറ്റീവ് ഏരിയയിലായിരിക്കും? ആറ്റിറ്റ്യൂഡ് ആണോ, ഇമോഷൻ ആണോ, ഇന്റലിജൻസ് ആണോ, അറ്റൻഷൻ ആണോ, പെർസെപ്ഷൻ ആണോ, പേഴ്സണാലിറ്റി ആണോ, ഏതിനകത്തായിരിക്കും ഇവർക്ക് ഇഷ്യൂ വരുന്നത്? മെന്റൽ റിട്ടാർഡഡ് ആയിട്ടുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും. മെന്റൽ റിട്ടാർഡഡ് ആയിട്ടുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏറ്റവും കോമൺ ആയി കാണുന്ന ഒരു വളരെ എന്താണ് ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷനാണ്. ഇഷ്യൂ അല്ല, കണ്ടീഷനാണ് മെന്റൽ റിട്ടാർഡേഷൻ. നമ്മുടെ 2% പ്രിവലൻസ് റേറ്റ് കാണിക്കുന്ന ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂ ആണ് മെന്റൽ റിട്ടാർഡേഷൻ. ഒരുപാട് മെന്റൽ റിട്ടാർഡഡ് സ്കൂളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്, അത്രയ്ക്ക് പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കോമൺ ഇഷ്യൂ. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ സിലബസിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഈ മെന്റൽ റിട്ടാർഡേഷൻ കൊടുത്തിട്ടുണ്ട്. അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോർ ഡൊമൈനും ഉണ്ടായിരുന്നു ശരിക്കും.
ബാധിക്കുന്നത്? അഫക്റ്റീവ് ഡൊമൈനെ ബാധിക്കും. ഓക്കെ, സൈക്കോ. ഓക്കെ. ഇതിന്റെ ഇപ്പോഴത്തെ നെയിം ഓർമ്മയുണ്ടോ? ഇതിനിപ്പോ പറയുന്ന പേരാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. ഇന്റലിജൻസ് ആണ് ഇവർക്ക് സംഭവിക്കുന്ന ഇഷ്യൂ. ക്ലിയർ ആണല്ലോ? ഇന്റലിജൻസിനകത്താണ് മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളവരുടെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ നോർമൽ ഐക്യു എന്ന് പറയുന്നത് എത്രയായിരിക്കും? നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ടിട്ട് കാര്യമില്ല, എനിക്ക് കാണാൻ പറ്റില്ല ഇവിടെ സ്ലൈഡിൽ ഇട്ടാലും. നിങ്ങൾ പറയുക, പറഞ്ഞാൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. നോർമൽ ഐക്യു എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണോ? 70 അല്ല നോർമൽ ഐക്യു, എന്നാൽ ഏകദേശം റിലേറ്റഡ് ആയിട്ടുണ്ട്. 120 എന്നുള്ളത് ഓക്കെ, ഏകദേശം ഓക്കെയാണ്. എത്ര മുതൽ റേഷ്യോയിലാണ് നിൽക്കുന്നത്? എത്ര മുതൽ എത്ര വരെ ആയിരിക്കും? 70 to 120 ആണോ? 70 to 120. 70 അല്ല, പക്ഷെ 70 ഒരു 120 ഏകദേശം ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞുതരാം. 90 to 110 എന്നുള്ളതാണ് ഐഡിയൽ നോർമൽ ഐക്യു. അതായത് നമ്മൾ ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ഐക്യു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിനകത്താണ് എങ്കിൽ ഒരു 95 പേരും ഈ ഇതിനകത്തിരിക്കുന്നവരും ഒരു 90 to 110 ഐക്യു കിട്ടും. ചില കുട്ടികളൊക്കെ ഒരു അഡോൾസൻ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ 115 120 ആയിരിക്കും കിട്ടുന്നത്. കുറച്ചും കൂടി അവർ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്റലിജന്റ് കോഷ്യന്റിനെ നമുക്കറിയാം, നമ്മുടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മേഖലയിലുണ്ട് അല്ലേ? നമുക്ക് ലോജിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഉണ്ട്, ക്രിസ്റ്റലൈസ്ഡ് ഉണ്ട് ഇല്ലേ? ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒരു തിയറിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക് ആയിട്ട് കിട്ടുന്ന നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്താണ് ഇന്റലിജൻസ് ആണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസ് ഓറിയന്റഡ് ഇന്റലിജൻസ് ആണ്. അതായത് ഒരു ഇന്റലിജൻസ് നമ്മുടെ ഏജ് കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയും ഒരു ഇന്റലിജൻസ് നമ്മുടെ ഏജ് കൂടുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ദാറ്റ് മീൻസ് മെമ്മറി, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ എന്നൊക്കെ പറയുന്നിട്ടുള്ള ഇന്റലിജൻസിന്റെ ഒരു പാർട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പെർസീവ് ചെയ്യാനുള്ള സ്കില്ല്, ഇതൊക്കെ നമ്മുടെ ഏജ് കൂടുന്തോറും നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു മേഖലയുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മുടെ ഇന്റലിജൻസ് കൂടും, അനുഭവത്തിലൂടെ നമ്മൾ ഇന്റലിജന്റ് ആവും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കോഗ്നിറ്റീവ് സ്കിൽസിനകത്ത് അവന്റെ എൻവയോൺമെന്റിനോടുള്ള അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഇപ്പൊ ക്ലാസ്സിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് അവർ ഇന്റലിജൻസ്. നമ്മളൊരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതെങ്ങനെ പോസിറ്റീവായി കാണുന്നത്. അപ്പൊ ആ ഒരു മേഖലക്കകത്ത് പ്രോബ്ലം ഫേസ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പാണ് മെന്റൽ റിട്ടാർഡേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്റലിജൻസിനകത്ത് 90 to 110 ആണ് ആവറേജ് ഇന്റലിജൻസ് എങ്കിലും ഇതൊരു 70 or 70 താഴെ ഈ ഇന്റലിജൻസ് വരുന്നതിനെയാണ് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് അഡാപ്റ്റീവ് ബിഹേവിയറും ഡിലേ സംഭവിക്കുന്നത്. 2 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് മെന്റൽ റിട്ടാർഡേഷനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത്. ഒരാൾ 70 താഴെയോ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഐക്യു വരികയും 2 അയാളുടെ എന്താണ് അഡാപ്റ്റീവ് ബിഹേവിയർ ഇല്ല, നമുക്കൊക്കെ അഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ട് അല്ലെ? നമ്മുടെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനോട് അഡാപ്റ്റ് ചെയ്യും. ഈ അഡാപ്റ്റീവ് ബിഹേവിയറും ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ ഇന്റലിജൻസിനകത്ത് 68 കിട്ടി അല്ലെങ്കിൽ 66 കിട്ടി, പക്ഷെ അയാൾ നല്ല രീതിയിൽ ആ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് ഇമോഷണലി കോപ്പി ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ മെന്റലി റിട്ടാർഡ് എന്ന് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 55 ഒക്കെ ഐക്യു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ മറ്റ് ആസ്പെക്ട്സ് ഒക്കെ ഡിലേ കാണിച്ചു തുടങ്ങും. അപ്പം ഈ പറയുന്നത് പോലെ ഒരു 70 താഴെ ഐക്യു വരികയും അയാളുടെ അഡാപ്റ്റീവ് ബിഹേവിയർ പ്രോബ്ലം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളെ നമ്മൾ എന്ത് പറയും, മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് ഡിഫൈൻ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും എക്സാമിന് വരുമ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ആ കൺഫ്യൂഷൻ ആയിട്ട് പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്റലക്ച്വൽ ടെക്സ്റ്റ് നമുക്കറിയാം, ഇതൊരു 10 വർഷം മുമ്പുള്ള ഒരു ഐഡിയൽ ആയിട്ടാണ് ഈ സിലബസും ഒക്കെ വന്നിരിക്കുന്നത് ഇഗ്നോയുടെ. അതുകൊണ്ട് ചില മേഖലക്കകത്ത് ഒരു വളരെ ന്യൂവസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസുകൾ നമ്മുടെ സിലബസിനകത്ത്, സിലബസ് വളരെ നല്ലതാണ്, മെറ്റീരിയൽ വളരെ നല്ലതാണ്, അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ചില ചേഞ്ചസുകളൊക്കെ ആ രീതിയിലുള്ള റീസെന്റ് ചേഞ്ചസുകൾ അത്രത്തോളം വന്നെന്നില്ല.
ഇവിടെ ഡിഫൈൻ ചെയ്യപ്പെടുന്ന സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടി ഇൻ അഡാപ്റ്റിംഗ് ടു ഹിസ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ മെന്റൽ റിട്ടാർഡേഷന്റെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡിലേഡ് ഡെവലപ്മെന്റ് ഇൻ ഓൾ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ എന്നുള്ളതാണ്. എല്ലാ മൈൽ സ്റ്റോണിനകത്തും ഡിലേ സംഭവിക്കുന്നു. അതുപോലെ പുവർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയിരിക്കും, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ആയിരിക്കും, പുവർ മോട്ടോർ ഇന്റഗ്രേഷൻ ആയിരിക്കും, ലിമിറ്റഡ് സോഷ്യൽ സ്കില്ലായിരിക്കും, അതുപോലെ പുവർ ഷോർട്ട് ടൈം മെമ്മറി ആയിരിക്കും, ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ്ഡ് ഇൻ തിങ്കിങ് ആൻഡ് ജനറലൈസേഷൻ ആൻഡ് ഇമാജിനേഷൻ ആൻഡ് ജനറൽ സ്കോളാസ്റ്റിക് ഡിഫിക്കൽട്ടീസ് ആൻഡ് പെക്യുലിയർ ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പം നമുക്കറിയാം ബുദ്ധിമാന്ദ്യമുള്ളവർ എന്തായിരിക്കും പലപ്പോഴും സംസാരിക്കുന്നത് അവരുടെ ലാംഗ്വേജ് വളരെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഈ മെന്റൽ ആയിട്ടുള്ളവർക്ക് ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് സാധിക്കാറില്ല. അതുപോലെ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ആയിരിക്കും. ഒരു കാര്യത്തെ ഒരുപാട് നേരം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ADHD പറഞ്ഞ പോലെ അല്ല. ADHD കുട്ടികൾ ആവറേജ് ഓർ എബോവ് ആവറേജ് ഇന്റലിജൻസ് ആണ്. അവൻ സാധാരണ ലൈഫിലോട്ട് കടന്നു പോകുന്ന ഒരു രീതിയാണ്. പക്ഷെ ഈ മെന്റൽ റിട്ടാർഡേഷൻ സംഭവിക്കുന്ന കാര്യം എന്താണ്? അവർക്ക് സെൽഫായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവില്ല. ഒരു ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ കുറവാന്ന് പറഞ്ഞാൽ അവൻ ബാക്കിയുള്ള മേഖലയിലൊക്കെ പെർഫെക്റ്റ് ആണ് അവന്. അല്ലെങ്കിൽ അവന്റെ ഒരു ടോട്ടൽ ഈ അസ്വസ്ഥത മാത്രമേ അവന്റെ ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ. കുറച്ച് കാലം ചിലപ്പോൾ ജോലി ചെയ്യാം, അവൻ നോർമലി അവന്റെ സെൽഫിനെ കുറിച്ചുള്ള തോട്ട് ഉണ്ട്. പക്ഷെ ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾ അയാളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള വറീഡ് തോട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ഞാനൊരു ബുദ്ധിമാന്ദ്യമായി പോയല്ലോ എന്നോർത്ത് വിഷമിക്കാറോ ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവരുടെ പേരൻസ് പലപ്പോഴും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത് കാണാറുമുണ്ട്. കാരണം ഇവർ ഡിപ്പെൻഡിങ് പേഴ്സൺസ് ആണ് പൊതുവെ പലപ്പോഴും മെന്റൽ റിട്ടാർഡ് ആയിട്ടുള്ളവരെ കാണുന്നത്. കാരണം അവർക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഇതിനകത്ത് എല്ലാ കാറ്റഗറിയും ഡിപ്പെൻഡിങ് അല്ല. പക്ഷെ എന്നാലും പൊതുവെ മെന്റൽ റിട്ടാർഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ പേരൻസ് പൊതുവെ കുറച്ചും കൂടി ടെൻസ്ഡ് ആയിട്ടുള്ളത് മറ്റ് ഡിസബിലിറ്റിയിൽ നിന്ന് കൂടുതലായിട്ട് കാണാറുണ്ട്. അതേപോലെ ലിമിറ്റഡ് സോഷ്യൽ സ്കിൽസ്, ഒരു സോഷ്യൽ സ്കില്ല് പലപ്പോഴും ലിമിറ്റഡ് ആവുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. അതുപോലെ പുവർ ഷോർട്ട് ടൈം മെമ്മറി, ഒരു മെമ്മറിക്കകത്ത് പലപ്പോഴും ഡിലേ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ടോട്ടൽ കൊഗ്നിറ്റീവ് ഡിലേ ശരിക്കും വ്യക്തമായിട്ടും മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളവർക്ക് കാണാൻ പറ്റും. അതുപോലെ ഡിഫിക്കൽട്ടി എക്സ്പീരിയൻസ് ഇൻ തിങ്കിങ് ആൻഡ് ജനറലൈസേഷൻ ആൻഡ് ഇമാജിനേഷൻ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് തോട്ട്സ് ഉണ്ട്, ഡൈവേർജന്റ് തോട്ട് ഉണ്ട്, ലോജിക്കൽ തോട്ട് ഉണ്ട്. നമ്മൾ ഒരുപാട് ഡിഫൈൻ ചെയ്യാറുണ്ട് അല്ലെ. ചിന്തകൾ നമ്മൾ റീതിങ്ക് ചെയ്യും, വരികൾക്കിടയിലൂടെ വായിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തോട് സംസാരിക്കുമ്പോൾ അയാൾ പറയാത്ത കാര്യങ്ങളെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു മെന്റൽ റിട്ടാർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആ രീതിയിൽ അത്രത്തോളം ഡെപ്ത് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു അനലിറ്റിക് രീതിയിലോട്ട് എടുത്ത് ചിന്തയെ കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ജനറൽ ടു സ്പെസിഫിക് ആസ്പെക്ട്സിലേക്കോ അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ ആസ്പെക്ട്സിലേക്കോ ചിന്തകളെ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പലപ്പോഴും മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ളവർക്ക് സാധിക്കാറില്ല. ഒന്ന് ജനറൽ സ്കോളാസ്റ്റിക് ഡിഫിക്കൽട്ടീസ് ഇവർ കാണിക്കാറുണ്ട്. സാധാരണ ഒരു മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടിയും അവർക്ക് പഠിക്കാൻ പറ്റുന്ന ക്ലാസ് എന്ന് പറയുന്ന 6ാം ക്ലാസ് വരെയാണ്. സാധാരണ 10ലൊക്കെ അവർ എക്സാം ഒക്കെ എഴുതി പോകാറുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ അവർക്ക് സാധാരണ ഒരു നോർമൽ ഒരു മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ ആണെങ്കിൽ ഒരു 6ാം ക്ലാസ്സിന്റെ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരെ അവർ സാധാരണ ഇതിൽ എത്താറുള്ളൂ. ആ ഒരു സിലബസിന്റെ ലെവലിലേക്ക് അവർക്ക് മാക്സിമം പൊതുവെ എത്താൻ പറ്റാറുള്ളൂ. അതുപോലെ പെക്യുലിയർ ഫിസിക്കൽ ഫീച്ചേഴ്സ് അവർ കാണിക്കാറുണ്ട്. ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് ഇതിനെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 70 താഴെ വരുന്നതിനെയാണ് നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്, IQ പറയുന്നത്. അതിൽ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് 68 to 52 വരുന്ന റേറ്റ് വരുന്നവരെ മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. സാധാരണ ഇവർക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിയുടെ കുറവുണ്ടാവുള്ളൂ. ഇവർ സാധാരണ സ്കൂളിൽ പോയി പഠിക്കാറുണ്ട്, സാധാരണ ക്ലാസ്സുകളിൽ ഇരിക്കാറുണ്ട്, മറ്റു സപ്പോർട്ടോടുകൂടി ഇവർ പഠനം മുന്നോട്ട് പോകാറുണ്ട്. പക്ഷെ ഒരു ക്രിയേറ്റീവായിട്ട് സാധാരണ ഒരു ജോലി അങ്ങനെ ഒരു ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് മോഡറേറ്റ് കാറ്റഗറി എന്ന് പറയും. ഇവരെ ട്രെയിനബിൾ എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ കാറ്റഗറി എഡ്യൂക്കബിൾ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഈ രണ്ടാമത്തെ കാറ്റഗറിയെ ട്രെയിനബിൾ എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തത്. അത് IQ 51 to 36 വരെ വരുന്ന രീതിയിലായിരിക്കും ഇവരുടെ IQ വരുന്നത്. ഇവരെ പലപ്പോഴും നമ്മൾ സ്പെഷ്യൽ സ്കൂളുകളിലായിരിക്കും കൂടുതൽ ഇവരെ പഠിക്കാൻ വിടുന്നത്. കാരണം കുറച്ചും കൂടി ഇവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ, സ്പെഷ്യൽ കെയർ കിട്ടേണ്ട ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. മറ്റൊരു ഗ്രൂപ്പാണ് സിവിയർ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. IQ 35 to 20 ആയിരിക്കും. കാരണം സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഇവർ കാണിക്കും. വളരെ സൗണ്ട് പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലംസ് ഇവർ എക്സ്പ്രസ് ചെയ്യുക, ചിലപ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇവർ ചിലപ്പോൾ ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ ഉള്ള പല ഇഷ്യൂസുകളും ഈ സിവിയർ കേസിനകത്ത് കാണിക്കാറുണ്ട്.
ഇത് ഡിപ്പെൻഡബിൾ ഗ്രൂപ്പാണ്. പലപ്പോഴും വീടിന്റെ ഉള്ളിലൊക്കെ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. താരതമ്യേന ഇവരുടെ ഒരു ഗ്രൂപ്പ് മെന്റൽ റിട്ടാർഡേഷൻ എടുക്കുവാണെങ്കിൽ മെജോറിറ്റി മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്. താരതമ്യേന ഈ സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് തന്നെ ഇവരുടെ പ്രിവലൻസ് റേറ്റ് കുറഞ്ഞു വരാറുണ്ട്. മറ്റൊരു ഏറ്റവും 4ാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രൊഫൗണ്ട് അല്ലെങ്കിൽ കസ്റ്റോഡിയൽ അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. IQ ബിലോ 20 ആയിരിക്കും. പലപ്പോഴും ബെഡ് റിഡാണോ അല്ലെങ്കിൽ ശരിക്കും നമുക്കറിയാം മൂവ് ചെയ്യാനൊക്കെ തന്നെ ഇവർക്ക് വളരെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇന്റലിജൻസ് ആണ്, അറിയാലോ അല്ലെ? നമുക്കൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഇന്റലിജൻസിന്റെ പാർട്ടാണ്, സൈക്കോമോട്ടർ ഇന്റലിജൻസ് ആണ്. അപ്പോൾ അതുപോലുള്ള ഡിഫിക്കൽട്ടീസ് ഇവർക്ക് ഉണ്ടാവാറുണ്ട്. ഇനി ഓരോ ഈ മൈൽഡ് എടുക്കുവാണെങ്കിൽ തന്നെ ഇതിനകത്തൊരു ടോട്ടൽ കാറ്റഗറിയുടെ 90% മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഇന്റലക്ച്വലി ദേ ആർ ഈക്വൽ ടു 8.3 to 10.9 years ഓൾഡ് ചൈൽഡ്. ഇവർക്കൊരു സാധാരണ ഒരു 8 മുതൽ 10 അല്ലെങ്കിൽ 11 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഇന്റലക്ച്വൽ ലെവലിലേക്ക് ഇവർ എത്താറുണ്ട്. പക്ഷെ അതിന്റെ മുകളിലേക്കുള്ള ഒരു ഇന്റലക്ച്വൽ തോട്ട്സിലേക്ക് ഇവർ പോകാറില്ല. അതുപോലെ നോ ഓർഗാനിക് പാത്തോളജി, പലപ്പോഴും ഒരു നോ ഓർഗാനിക് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില അങ്ങനത്തെ പ്രത്യേകതകളോ അല്ലെങ്കിൽ അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നില്ല. റിക്വയർ ലിറ്റിൽ സൂപ്പർവിഷൻ, ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സൂപ്പർവിഷൻ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഗ്രൂപ്പ് വളരെ എൻഹാൻസ് ചെയ്ത് പോകാറുണ്ട്. ഇവരെ നമുക്ക് ഒക്കുപേഷണൽ ലെവലിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്യാവശ്യം ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരുപാട് ഇപ്പം യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ ഇവർക്ക് വേണ്ടി ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അവർ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഫയലുകളൊക്കെ ഒട്ടിക്കുകയും ഫയലുകളൊക്കെ മേക്ക് ചെയ്യുകയും അവിടെ കൊണ്ട് സെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വർക്കബിൾ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ നമ്മൾ പൊതുവെ കാണുന്നത്. അതുപോലെ നീഡ് പേരന്റൽ അസിസ്റ്റൻസ് ആൻഡ് സ്പെഷ്യൽ ട്രെയിനിങ്. പൊതുവെ ഒരു പേരന്റൽ അസിസ്റ്റൻസ് ഇവർക്ക് ആവശ്യമാണെങ്കിൽ സ്പെഷ്യൽ ട്രെയിനിങ് ആവശ്യമാണ്, സൂപ്പർവിഷൻ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആയിട്ടാണ് എഡ്യൂക്കബിൾ ഗ്രൂപ്പാണ്. വളരെ 90% മെന്റൽ റിട്ടാർഡേഷൻ നിൽക്കുന്നത് ആ ഒരു ഗ്രൂപ്പിനകത്തായിട്ടാണ് കാണുന്നത്. മറ്റു 2ാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ ആദ്യം പറഞ്ഞ മോഡറേറ്റ് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. ഒരു 6% ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ ബിലോങ് ദിസ് കാറ്റഗറി. അതേപോലെ ഒരു 6% വരുന്നുള്ളൂ മോഡറേറ്റ് വരുമ്പോൾ. താരതമ്യേന ആ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് ഇവരുടെ പ്രിവലൻസ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദേ ആർ ഈക്വൽ ടു 5.7 to 8.2 years ഓൾഡ് ചൈൽഡ്. അപ്പൊ ഇവരുടെ ഒരു ഡെവലപ്മെന്റൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു 5 to 8 വരുന്ന ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് ഇവരെത്താറുള്ളൂ. ബ്രെയിൻ ഡാമേജ് ആൻഡ് ന്യൂറോളജിക്കൽ കോസസ് ഈസ് മോസ്റ്റ് റിലവന്റ് ഇൻ ദിസ് ഗ്രൂപ്പ്. അപ്പോൾ ബ്രെയിൻ ഡാമേജ് അങ്ങനത്തെ ഇഷ്യൂസ് ഇവർ കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് ഈസ് വെരി സ്ലോ ആണ്. ഒരു കാര്യത്തെ പഠിക്കാനുള്ള കഴിവ് താരതമ്യേന ഈ മോഡറേറ്റ് ലെവലുള്ളവർക്ക് കുറവായിരിക്കും. അതുപോലെ സം ഓഫ് ദം റിക്വയർ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ഒരു സ്പെഷ്യൽ സ്കൂളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇവർക്ക് പലപ്പോഴും ആവശ്യം വരാറുണ്ട്. ഒരു പേരന്റൽ കെയർ ദേ ക്യാൻ മാനേജ് ദെയർ ലൈവ്ലിഹുഡ് ഇഷ്യൂസ്. അപ്പം അവരുടെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരന്റൽ സപ്പോർട്ടോടുകൂടിയാണ് പലപ്പോഴും അവർ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികളെ പൊതുവെ പഠിപ്പിക്കുന്നത് അവരെ സൊസൈറ്റിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ബിഹേവിയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് ഏറ്റവും പ്രാഥമികമായിട്ട് ശ്രമിക്കാറുള്ളത്. മറ്റൊരു നമ്മൾ 3ാമത്തെ കാറ്റഗറിയാണ് സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. ഒരു 3% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഇൻക്ലൂഡിംഗ് ഇൻ ദി സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് സിവിയർ റിട്ടാർഡേഷൻ ഇൻ സ്പീച്ച് ആൻഡ് മോട്ടോർ റിട്ടാർഡേഷൻ. സ്പീച്ചിനകത്ത് അതുപോലെ മോട്ടോർ റിട്ടാർഡേഷൻ പൊതുവെ ഒരു പ്രശ്നം കാണിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് കാണിക്കാറുണ്ട്. സെൻസറി ഡിഫക്ട്സ് പൊതുവെ ഇവർക്ക് കൂടുതലായിരിക്കും. അതായത് ചെവി കേൾക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കാഴ്ചയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മെല്ലിന്റെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെൻസറി ഡിഫക്ട്സുകൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റാറുണ്ട്. അതുപോലെ റിക്വയർ കോൺസ്റ്റന്റ് കെയർ ആൻഡ് അറ്റൻഷൻ. ഒരു കോൺസ്റ്റന്റ് കെയർ അല്ലെങ്കിൽ അറ്റൻഷൻ ഇങ്ങനത്തെ ഗ്രൂപ്പിൽ വളരെ ആവശ്യമായിട്ട് കാണാറുണ്ട്. നീഡ് പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ വേണ്ടി വരാറുണ്ട്. അതുപോലെ വിത്ത് സപ്പോർട്ട് സിമ്പിൾ ഒക്യുപ്പേഷണൽ ടാസ്ക് ഇസ് പോസിബിൾ. ഒരു സിമ്പിൾ ഒക്യുപ്പേഷണൽ വിത്ത് സപ്പോർട്ട് സിമ്പിൾ ചെറിയ രീതിയിലുള്ള ചില ഒക്യുപ്പേഷണൽ ടാസ്ക് ഇങ്ങനത്തെ ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൗണ്ട് മെന്റൽ റിട്ടാർഡേഷൻ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി അവർക്ക് ഒരുപാട് സിവിയർ ഇഷ്യൂസുകൾ ഫേസ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പാണ് പ്രൊഫൗണ്ട് മെന്റൽ റിട്ടാർഡേഷൻ. ടോട്ടൽ മെന്റൽ റിട്ടാർഡേഷന്റെ ഒരു 1% മാത്രമായിരിക്കും ഈ പ്രൊഫൗണ്ട് മെന്റൽ റിട്ടാർഡേഷൻ. ഒരു പഞ്ചായത്തൊക്കെ എടുക്കുകയാണെങ്കിൽ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ കുട്ടികൾ. നീഡ് ലിറ്റിൽ സപ്പോർട്ട്. അപ്പം ഒരു ലിറ്റിൽ വളരെ ചെറിയൊരു സപ്പോർട്ട് ആണ് ഇവർക്ക് എന്താണ്
ദേ നീഡ് ലൈഫ് സപ്പോർട്ട്. അവർക്ക് ലൈഫ് സപ്പോർട്ട് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പലപ്പോഴും ഇവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ മറ്റുള്ളവരുടെ സപ്പോർട്ടോടുകൂടി, പേരൻസിന്റെ സപ്പോർട്ടോട് കൂടി ആയിരിക്കും ഇവർ ചെയ്യുന്നത്. അതുപോലെ സിവിയറിറ്റി, ഡീഫിയന്റ് അഡാപ്റ്റീവ് ബിഹേവിയർ. പലപ്പോഴും ഒരു അഡാപ്റ്റീവ് ബിഹേവിയറിനകത്ത് വളരെ താഴ്ന്ന ലെവലിലേക്കായിരിക്കും. ചോദിക്കുന്നത് പറയാൻ സാധിക്കത്തില്ല, പ്രതികരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഈ പ്രൊഫൗണ്ട് മെന്റൽ റിട്ടേർഡേഷൻ നിൽക്കുന്നത്. അതേപോലെ അൺഎബിൾ ടു മാസ്റ്റർ സിമ്പിൾ ടാസ്ക്. ഒരു ചെറിയ ജോലി വരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ചെയ്യുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. ഡിഫോർമാലിറ്റീസ് ഇൻ ബ്രെയിൻ ആൻഡ് ഹെഡ് ആൻഡ് ബോഡി. അപ്പം ശാരീരികമായി തന്നെ ബ്രെയിനിനകത്തുള്ള മൈക്രോസെഫാലിയോ ഹൈഡ്രോസെഫാലിയോ ഒക്കെ പോലെയുള്ള ഇഷ്യൂസുകൾ ഇവര് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ചെറിയ തല, വലിയ തല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസുകളൊക്കെ ഇവര് ഫിസിയോളജിക്കൽ രീതിയിലുള്ള വ്യത്യാസം തന്നെ ഒരുപാട് ഈ പറയുന്ന പ്രൊഫൗണ്ട് മെന്റൽ റിട്ടാർഡേഷൻ കാണിക്കാറുണ്ട്. പക്ഷെ മൈൽഡ് മെന്റൽ റിട്ടാർഡേഷനകത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഫിസിയോളജിക്കൽ ഇഷ്യൂസ് താരതമ്യേന വളരെ കുറവായിരിക്കുകയും ചെയ്യും. ഡൈ അറ്റ് വെരി ഏർലി ഏജ്. ഇങ്ങനെ വരുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരു 20 വയസ്സ് 25 വയസ്സിൽ തന്നെയൊക്കെ മരണപ്പെട്ടു പോകുന്നതായിട്ടും ഇവരുടെ ആയുസ് താരതമ്യേന വളരെ കുറവായിട്ടും കാണിക്കാറുണ്ട്. അതുപോലെ റിട്ടാർഡഡ് ഗ്രോത്തിനകത്ത് റിട്ടാർഡ് ഉണ്ടാവുക, പാത്തോളജി ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ഡെഫ്നെസ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ആണ് പ്രൊഫൗണ്ടിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. ഒരു ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ മെന്റൽ റിട്ടാർഡേഷൻ നമുക്ക് കാണാൻ പറ്റും. ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഡൗൺ സിൻഡ്രോം ഉള്ളവർ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. പാരൻസിനൊക്കെ വളരെ ലവിങ് ആയിരിക്കും, വളരെ സെൻസിറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദി ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. അപ്പോൾ ക്രോമസോമൽ രീതിയിൽ സംഭവിക്കപ്പെടുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് ഈ മംഗോളിസത്തെ, അല്ലെങ്കിൽ ഇതിന്റെ ക്ലിനിക്കൽ മെന്റൽ റിട്ടാർഡേഷന്റെ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഈ മംഗോളിസം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദി ചിൽഡ്രൻ. ഒരുപാട് ഫിസിക്കൽ ഫീച്ചേഴ്സുകൾ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ പറ്റും. സ്റ്റാൻഡിങ് ഐസ്, അതുപോലെ ഫ്ലാറ്റ് ഫേസ് ആൻഡ് നോസ്. ഇവരുടെ കാണുമ്പോൾ തന്നെ മംഗോളിസം ഉള്ളവരുടെ ഈ ഫീച്ചേഴ്സ് വെച്ച് നമുക്ക് നോക്കി അറിയാൻ പറ്റും അത് മംഗോളിസം ആണ് അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ആണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു സ്റ്റാൻഡിങ് ഐസ് ആയിരിക്കും പലപ്പോഴും. അതുപോലെ ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, മൂക്കൊക്കെ അല്പം പരന്നിരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ ലാർജ് ടങ്ക് ആയിരിക്കും, നാക്ക് അല്പം പുറത്തോട്ടൊക്കെ ഇറക്കി വരിക, അങ്ങനെയുള്ള ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇറഗുലർ ടീത്ത്, പല്ലൊക്കെ കയറി ഇറങ്ങി വരുന്ന രീതിയിലായിരിക്കും പല്ലുകളുടെ ഒരു പൊസിഷൻസ് ഒക്കെ ഇരിക്കുന്നത്. അതുപോലെ സ്മോൾ സ്കള്ളായിരിക്കും, തല അത് അല്പം ചെറുതായിരിക്കും, അല്ലെങ്കിൽ തലയോട്ടി വളരെ ചെറുതായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത. അതുപോലെ അണ്ടർ ഡെവലപ്ഡ് ജെനിറ്റൽ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡെവലപ്പ് ചെയ്യാത്ത ജസ്റ്റ് ഒരു ഏരിയ, എന്താണ് ഒരു ഡെവലപ്മെന്റ് സംഭവിക്കാത്തതായിട്ടാണ് ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ കാണുന്നത്. ഡിസ്പ്രപ്പോർഷനേറ്റ്ലി സ്മോൾ ലെഗ്സ് ആൻഡ് ആംസ്. കൈകളും കാലുകളൊക്കെ താരതമ്യേന വളരെ ചെറുതാവുന്ന രീതിയിലോട്ട് പലപ്പോഴും കാണാറുണ്ട്. ഒരു ഫുൾ ഒരു ഹെൽത്തി ഫിസിക്കൽ ബോഡി പോലത്തെ ഒരു ബോഡി ആയിരിക്കില്ല. ഹൈറ്റ് ഈസ് നോട്ട് എക്സീഡ് 4 feet. സാധാരണ ഇവരുടെ പൊക്കം എന്ന് പറയുന്നത്, പേരൻസിന് നല്ല പൊക്കം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പൊക്കം താരതമ്യേന ഒരു 4 അടിയൊക്കെ പൊക്കം വരാറുള്ളൂ. ദേ ആർ അഫക്ഷനേറ്റ് ആൻഡ് ഗുഡ് നേച്ചേർഡ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ അഫക്ഷനേറ്റ് ആയിരിക്കും, വളരെ ഗുഡ് നേച്ചേർഡ് ആയിരിക്കും, വളരെ കംഫർട്ടബിൾ ആയിരിക്കും, പറഞ്ഞ് നല്ല അനുസരണ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ പറയുന്ന ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ കാണിക്കാറുണ്ട്. മറ്റൊരു കാറ്റഗറിയാണ് മൈക്രോസെഫാലി എന്ന് പറയും. സ്മോൾ ഹെഡ്നെസ് ആയിരിക്കും മൈക്രോസെഫാലി. നമ്മൾ ആദ്യം പറഞ്ഞാൽ ചെറിയ തലയായിരിക്കും. ഇമ്പയർഡ് ബ്രെയിനിനകത്ത് അല്ലെങ്കിൽ ക്രാനിയം ഈസ് നോട്ട് നോർമൽ സൈസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു തലയോട് വളരെ ചെറുതായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് മെന്റൽ റിട്ടാർഡേഷന്റെ ഒരു മെഡിക്കൽ ക്ലാസിഫിക്കേഷനാണ് മൈക്രോസെഫാലി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി പത്തോളജിക്കൽ വേരിയേഷൻസ് ഓഫ് ദി ജേം ടെൽ. ഒരു പത്തോളജിക്കൽ വേരിയേഷൻസ് ഇങ്ങനെയുള്ള കുട്ടികളിൽ കാണാറുണ്ട്. ഇതിന് നമ്മൾ മൈക്രോസെഫാലിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു കണ്ടീഷനാണ് ഹൈഡ്രോസെഫാലി, അബ്നോർമൽ എമൗണ്ട് ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വിത്തിൻ ദി ക്രാനിയം. അപ്പോൾ നമ്മുടെ ബ്രെയിനകത്ത് സെറിബ്രൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്ന ഒരു അബ്നോർമാലിറ്റി ആണിത്. ഡാമേജ് ഓഫ് ദി ബ്രെയിൻ ടിഷ്യൂസ് ആണ്. എൻലാർജ്മെന്റ് ഓഫ് ദി ക്രാനിയം ആൻഡ് ലാർജ് ക്രാനിയം നോൺ ഓഫ് ദി ഹൈഡ്രോസെഫാലസ്. അപ്പോൾ വലിയ തലയോടുള്ള ചില കുട്ടികളെ കാണാൻ പറ്റും. ശരീരത്തെക്കാൾ പ്രൊപ്പോർഷനേറ്റ് ചെയ്യാതെ വളരെ തലയോട് കൂടിയുള്ള ചില ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഹൈഡ്രോസെഫാലി. And cretinism or thyroid deficiency is another type of classification. This
disordered due to the endocrine imbalance. It is referred to as a hydrothyroidism. ഇതിനെ അറിയപ്പെടുന്നത് ഹൈഡ്രോതൈറോയിഡിസം എന്നുള്ള രീതിയിലാണ് ഈ കാറ്റഗറി അറിയപ്പെടുന്നത്. It is mainly due to the decrease or absence of the thyroid hormone. തൈറോയ്ഡ് ഹോർമോണിൽ സംഭവിക്കപ്പെടുന്ന വേരിയേഷന്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് ഇത് ഈ ഒരു ഗ്രൂപ്പ് വരുന്നത്. മോസ്റ്റ് കേസ് ക്രിട്ടണിസം ഈസ് എ ലാക്ക് ഓഫ് അയഡിൻ ഇൻ ദി ഡയറ്റ്. അപ്പോൾ ഡയറ്റിനകത്ത് അയഡിന്റെ കുറവിന്റെ ഒരു ഇമ്പാക്റ്റ് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഡെഫിഷ്യൻസീസ് ഒക്കെ റിസൾട്ട് ബ്രെയിൻ ഇഞ്ചുറീസ്, ഇൻഫെക്ഷൻ ഡിസീസ്, മസിൽസ് ആൻഡ് ഊപ്പിംഗ് കഫ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രീതിയുടെ ഇമ്പാക്റ്റിനകത്തോട്ട് തൈറോയ്ഡ് ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഭാഗമായിട്ടാണ്. ഇനി എന്താണ് മെന്റൽ റിട്ടാർഡേഷന്റെ കോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു നമ്മൾ ആദ്യം പറഞ്ഞൊരു ബയോളജിക്കൽ കോസ് ഫാക്ടർ ഉണ്ടാവും, അതുപോലെ പ്രീനാറ്റൽ കോസ് ഫാക്ടർ ഉണ്ടാവും, ദാറ്റ് മീൻസ് ഡ്യൂറിങ് ദി പ്രഗ്നൻസി. പിന്നെ വരുന്നത് ഡെവലപ്മെന്റൽ, ഈ പ്രധാനപ്പെട്ട ഈ പ്രീനേറ്റൽ, നേറ്റൽ, പോസ്റ്റ്നേറ്റൽ എന്നുള്ള ക്ലാസിഫിക്കേഷൻ സാധാരണ ചെയ്യാറുണ്ട്. അതായത് മെന്റൽ റിട്ടാർഡേഷന്റെ കോസ് ഫാക്ടർ ആയിട്ട് ഒന്നെങ്കിൽ പ്രീനേറ്റൽ, അതായത് ജനിക്കുന്നതിന് മുമ്പുള്ള ചില കാരണങ്ങൾ, അതായത് നേറ്റൽ പീരീഡ് ജനിക്കുന്ന സമയത്ത് സംഭവിക്കപ്പെടുന്ന ഇഷ്യൂസുകൾ, അതുപോലെ പോസ്റ്റ്നേറ്റൽ ജനിച്ച ശേഷം സംഭവിക്കപ്പെടുന്ന ചില കാരണങ്ങളുമായിട്ട് ഇത് ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ബയോളജിക്കൽ റിസ്ക് ഫാക്ടർ ആൻഡ് എൻവയോൺമെന്റൽ റിസ്ക് ഫാക്ടർ മീൻസ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിന്റെയോ അല്ലെങ്കിൽ ബയോളജിക്കലോ ആയിട്ടുള്ള ചില ഇഷ്യൂസ് മുഖേന കുട്ടി മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഏജ് ഓഫ് ദി മദർ, ഇപ്പം അമ്മയുടെ ഏജ് വളരെ കൂടുതലാണ് എങ്കിൽ, ഇപ്പം 40-ാമത്തെ വയസ്സിലാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് ദി മദർ, വളരെ ന്യൂട്രീഷണൽ പ്രോബ്ലം ഉള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാൻ പറ്റും മെന്റൽ റിട്ടാർഡേഷൻ വളരെ കൂടുതലായിട്ട്. വളരെ സ്ലം ഏരിയ ആണ്, അല്ലെങ്കിൽ വളരെ പോവർട്ടി ഫേസ് ചെയ്തു, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫുഡ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാൻ പ്രഗ്നൻസി സമയത്ത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഹെൽത്ത് ഇല്ല. ഇങ്ങനെയുള്ള സമയത്തൊക്കെ കുട്ടി മെന്റൽ റിട്ടാർഡേഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ ക്രോമസോമൽ ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സ് കണക്ട് ചെയ്തിട്ട് മെന്റൽ റിട്ടാർഡേഷൻ വരാറുണ്ട്. അതുപോലെ മെറ്റാബോളിക് ആസ്പെക്ട്സ്, ലാക്ക് ഓഫ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഇതിന്റെയൊക്കെ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടും മെന്റൽ റിട്ടാർഡേഷൻ കാണാറുണ്ട്. അതുപോലെ ഇൻട്രാക്ഷൻ ഓഫ് ദി വേരിയഡ് കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ദി ബോഡി, അതുപോലെ ലാർജ് ഫാമിലീസ്, അഡിക്ഷൻ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സുകൾ വെച്ചിട്ടാണ് മെന്റൽ റിട്ടാർഡേഷനെ കാരണമായിട്ട് കാണുന്നത്. ഇനി പ്രീനേറ്റൽ കോസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദി പ്രഗ്നൻസി നോ ഓർ പുവർ ആന്റിനെറ്റൽ ചെക്കപ്പ്, കൃത്യമായിട്ട് ചെക്കപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു അസസ്മെന്റ് നടക്കാത്തതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അബോഷന്റെ ഭാഗമായിട്ട്, അതുപോലെ കൃത്യമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ പ്രോബ്ലം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ, അതുപോലെ ബ്ലഡിനകത്തുള്ള RH ഇൻകംപാഷബിലിറ്റിയുടെ പ്രോബ്ലംസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷറിൽ സംഭവിക്കുന്ന വേരിയേഷൻസ്, ഫിറ്റ്സ്, ഇതേപോലെ അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ടോടുകൂടി ഉണ്ടാകുന്ന കാര്യങ്ങൾ, മറ്റ് ഇൻഫെക്ഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ, അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ് സംഭവിക്കുക, ഈ സ്ട്രെസ്സിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്ന കുട്ടി മെന്റൽ റിട്ടാർഡേഷൻ ആവാനുള്ള സാധ്യത. ഡ്രഗ്, ഇപ്പോൾ പേരൻസ് സ്ഥിരം ഡ്രഗ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ അവിടെ നമുക്ക് മിസോറാമിലൊക്കെ അറിയാം അല്ലെ, സ്ത്രീകൾ വളരെ ഡ്രഗ് യൂസ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചില കുട്ടികൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്ത് സംഭവിക്കും, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ റേഡിയേഷൻ ഇഷ്യൂസ്, അഡിക്ഷൻ, അതുപോലെ പൊട്ടൻഷ്യൽ ഹാർംഫുൾ മെഡിക്കേഷൻസ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ഈ മെറ്റേണൽ മെന്റൽ ഇൽനെസ്, സിസ്റ്റം പാത്തോളജി, ബ്ലീഡിങ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഗ്ലൂക്കോസ്, ലോങ്ഡ് ലേബർ, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ ഇതിനകത്ത് കണക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഡെവലപ്മെന്റൽ അനോമാലിറ്റീസ് ഓഫ് CNS, മൈക്രോസെഫാലിയൊക്കെ ഹൈഡ്രോസെഫാലിയൊക്കെ ഇതുമായിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ ഇമ്പാക്ടോടുകൂടി സംഭവിക്കാറുണ്ട്. ഇനി നേറ്റൽ കോസ് എടുക്കുകയാണെങ്കിൽ പ്രീമച്യൂർ ബർത്ത്, പ്രസവ സമയത്ത് സംഭവിക്കപ്പെടുന്ന ചില കാരണങ്ങൾ ഇതിനോട് റിലേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. പ്രീമച്യൂർ ബർത്ത് ആയിരിക്കാം, പോസ്റ്റ് മെച്യൂർ ബർത്ത് ആയിരിക്കാം, മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ടിൻസ് ഒക്കെ ആണെങ്കിൽ ഈ മെന്റൽ റിട്ടാർഡേഷൻ ആവാനുള്ള സാധ്യത അങ്ങനെ കൂടുതലായിരിക്കും. അതേപോലെ ഡിഫിക്കൽട്ട് ആൻഡ് പ്രൊലോങ്ഡ് ലേബർ, ഒരുപാട് ലേബർ പ്രഗ്നൻസി സമയത്ത് സംഭവിക്കപ്പെടുന്ന കാലതാമസങ്ങൾ, ഫോർസെപ്സ് യൂസ് ചെയ്യുന്നത് ഇല്ലേ, ഫോർസെപ്സ് യൂസ് ചെയ്ത് ബ്രെയിനിൽ ഇൻസ്ട്രുമെന്റൽ ഡെലിവറി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും കുട്ടിക്ക് ഒരുപാട് മുറിവ് സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മെന്റൽ റിട്ടാർഡേഷനായിട്ട് പറയാറുണ്ട്. അതുപോലെ ലോ ബർത്ത് വെയിറ്റിനകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കണക്ട് ചെയ്യാറുണ്ട്. ലാക്ക് ഓഫ് റെസ്പിറേഷണൽ ഇഷ്യൂസ് വരാറുണ്ട്. അതുപോലെ ട്രൂമ ഇൻ ദി ഹെഡ്, തലയിൽ സംഭവിക്കപ്പെടുന്ന ഓരോ ഇഷ്യൂസുകൾ റിലേറ്റ് ആ സമയത്ത് സംഭവിക്കപ്പെടുന്ന ഇഷ്യൂസ് കണക്ട് ആവാറുണ്ട്. അബ്നോർമൽ ഫീറ്റസ് പൊസിഷന്, ചില സമയത്ത് കുട്ടിയുടെ പൊസിഷൻ വളരെ മാറിക്കിടക്കുകയും അതുമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പലപ്പോഴും കണക്ട് ചെയ്തിട്ട്
തിരിച്ചു കഴിഞ്ഞാൽ അത് കണക്റ്റഡ് ആവാറുണ്ട്. ബ്ലീഡിങ് ഡ്യൂറിങ് ഡെലിവറി, അമ്മയ്ക്ക് സംഭവിക്കപ്പെടുന്ന ഓവറായിട്ടുള്ള ബ്ലീഡിങ് സിറ്റുവേഷൻസ്, അൺഹൈജനിക് ഡെലിവറി, ഇങ്ങനെയുള്ള ഒരുപാട് കോസ് ഫാക്ടറുകൾ മെന്റൽ റിട്ടാർഡേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേറ്റൽ പീരീഡിനകത്ത്. ഇനി പ്രസവശേഷം പോസ്റ്റ്നേറ്റൽ കോസസ് ആയിട്ട് ഫ്രം ബർത്ത് അപ് ടു 18 ഇയേഴ്സ് ഏജ്, അതായത് ഒരു ഡെവലപ്മെന്റൽ പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ഒരു പോസ്റ്റ്നേറ്റൽ കോസ് ഫാക്ടർ കൂടി മെന്റൽ റിട്ടാർഡേഷനിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡിലേഡ് ബർത്ത് അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ്, പ്രിമച്വർ പോസ്റ്റ് മെച്യൂരിറ്റി, അല്ലെങ്കിൽ കളർ ഓഫ് ദി ബേബി, ഇതൊക്കെ സിംറ്റംസ് ആയിട്ട് ഈ സമയത്ത് കാണാൻ പറ്റുന്നതാണ്. ഇൻഫെക്ഷൻസ്, ട്രോമ, ഇഞ്ചുറി, അതുപോലെ ഫീഡിങ് പ്രോബ്ലംസ്, ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ സംഭവിച്ചാൽ അതിൻ്റെ ഇമ്പാക്ട് ഉണ്ടാവുക, ഫിറ്റ്സ് ഉണ്ടാവുക. ചില കുട്ടികൾക്ക് അറിയാം പിന്നീട് ജനിച്ച ശേഷം ഫിറ്റ്സ് അല്ലെങ്കിൽ ജോയിന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കുറച്ച് കണ്ടിന്യൂ ചെയ്ത് പ്രോബ്ലം വൈഡായി മെന്റൽ റിട്ടാർഡേഷനോട്ട് ലിങ്ക് ചെയ്യാറുണ്ട്. അതുപോലെ ജോണ്ടിസ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ഡെവലപ്മെന്റൽ ഡിലേസ്, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലത്തിലൂടെയാണ് ഈ മെന്റൽ റിട്ടാർഡേഷൻ സംഭവിക്കുന്നത്. മറ്റ് ഒരു സൈക്കോളജിക്കൽ കോസ് ഫാക്ടർ എടുക്കുകയാണെങ്കിൽ റിലേറ്റീവ് ഇൻഫെർട്ടിലിറ്റി, അതുപോലെ റിപ്പീറ്റഡ് അബോർഷൻസ്, കൺസെപ്ഷൻസ്, ലാർജ് ഫാമിലി, പുവർ സ്പേസിംഗ് ബിറ്റ്വീൻ ബർത്ത്, ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ചൈൽഡ്, ഡിഫിക്കൽട്ടി ഇൻ ദി പ്രീവിയസ് പ്രഗ്നൻസി, ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഇതുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്റലിജൻസ് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ അഡാപ്റ്റീവ് ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഐഡന്റിഫിക്കേഷൻ നിൽക്കുന്നത്. കോംപ്രിഹെൻസീവ് ടെസ്റ്റിംഗ് ആയിട്ട് ഒബ്സർവേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ടീച്ചർ, ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക, അതുപോലെ കരിക്കുലം ബേസ്ഡ് അസസ്മെന്റ് നോക്കുക, ഇന്റർവ്യൂ ചെയ്യുക, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു അസസ്മെന്റ് പ്രക്രിയകളാണുള്ളത്. IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയൽ ടെസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വെഷറുടെ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് IQ ടെസ്റ്റുകളിലൂടെയാണ് ഈ മെന്റൽ റിട്ടാർഡേഷൻ ആണെന്ന് നോക്കുന്നത്. അതുപോലെ ചെക്ക് ലിസ്റ്റ് ഓഫ് ദി അഡാപ്റ്റീവ് ബിഹേവിയർ അറിയാൻ വേണ്ടി സെൽഫ് ഹെൽപ്പിന്റെ VABS എന്നുള്ള സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. ലോക്കോമോഷൻ, കമ്മ്യൂണിക്കേഷൻ, ഒക്യുപ്പേഷൻ, സോഷ്യലൈസേഷൻ, സെൽഫ് ഇൻട്രഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പോണൻസ് വരുന്ന അവരുടെ അഡാപ്റ്റീവ് ബിഹേവിയർ സൊസൈറ്റിയുമായിട്ടുള്ള അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്ന അഡാപ്റ്റീവ് ബിഹേവിയർ ചെയ്യുന്ന ടൂളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ കണ്ടെത്തി കഴിഞ്ഞാൽ സാധാരണ റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്ത രീതി. ഇതാണ് ഡെവലപ്മെന്റൽ ഡിസോർഡറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. സർ, ഇത് പ്രഗ്നൻസി ടൈമിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ഉണ്ടോ? സാധാരണ മെന്റൽ റിട്ടാർഡേഷൻ വരുന്നതാണെങ്കിൽ സാധാരണ ടെസ്റ്റുകൾ ഏകദേശമൊക്കെ ആദ്യ സമയത്ത് അറിയാൻ ഇപ്പൊ പറ്റാറുണ്ട്. പക്ഷെ എല്ലാ മൈൽഡ് കേസുകൾ അത്ര സിവിയർ, കാരണം ഫിസിയോളജിക്കൽ ഇഷ്യൂസ് ഒന്നും കുട്ടി കാണിക്കാറില്ല. ഈ പ്രൊഫൗണ്ട് കേസിനകത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രഗ്നൻസി സമയത്ത് സ്കാനിങ്ങിനകത്ത് ഈ ഇഷ്യൂസ് കാണിക്കുകയും സാധാരണ ഡോക്ടർമാർ അബോർഷൻ സജസ്റ്റ് ചെയ്യാറും ഉണ്ട്. പക്ഷെ മൈൽഡ് കേസുകൾക്കകത്ത് ഈ ഫിസിയോളജിക്കൽ ഇഷ്യൂസ് ഒന്നും അറിയാൻ അല്ലെങ്കിൽ ഇന്റലിജൻസ് കുറവാണെന്നൊന്നും അത്രയ്ക്ക് അറിയാൻ സാധിക്കാറില്ല. അതുകൊണ്ട് ആ രീതിയിൽ ഈ മൈൽഡ് കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടി തന്നെയാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ചെക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിവിയർ പ്രൊഫൗണ്ട് കേസിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് ആദ്യം അറിയുകയാണെങ്കിൽ അത് ഡോക്ടർമാർ ആ രീതിയിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ സർ. പിന്നെ ജീനുകൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ സർ? ജീന് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ജീനകത്തുണ്ടാവുന്ന കോസ് ഫാക്ടറിലോട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ജെനറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീൻ റിലേറ്റഡ് ഫാക്ടർ അല്ലെങ്കിൽ ക്രോമസോമൽ ഫാക്ടേഴ്സ് ഒക്കെ മെന്റൽ റിട്ടാർഡേഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കോസ് ഫാക്ടർ തന്നെയാണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇതേപോലെ പേരൻസിന് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട് എങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ജെനറ്റിക് ഫാക്ടേഴ്സ് സിഗ്നിഫിക്കന്റ് തന്നെയാണ് മെന്റൽ റിട്ടാർഡേഷനകത്ത്. നിങ്ങളുടെ മൈൽഡ്, മോഡറേറ്റ്, ഇതിനകത്ത് നിങ്ങളുടെ സിലബസിൽ നിന്ന് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്, പിന്നെ കോസ് ഫാക്ടർ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് അതിന്റെ കോസ് ഫാക്ടർ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എൻവയോൺമെന്റൽ ഫാക്ടറും ജെനറ്റിക് ഫാക്ടറും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡയഗ്നോസ് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഒരു 1-2 ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നുള്ളത് ഒന്നുകൂടി പറയാം. ഞാൻ ഒരു കണ്ടക്ട് ഡിസോർഡർ എന്നുള്ളത് പറഞ്ഞിട്ടില്ല.
ഡെവലപ്മെന്റൽ ഡിസോർഡറിലുള്ള പൊതുവെ കാണുന്ന മറ്റൊരു ഡിസോർഡറാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും. നമുക്കറിയാം സ്വഭാവ വൈകല്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് സാധാരണ സ്കൂളുകളിലൊക്കെ സാധാരണ കാണാറുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ഇമോഷണലി വയലന്റ് ആവുക, മറ്റു കുട്ടികളെ ആക്രമിക്കുക, ഭയങ്കര ദേഷ്യത്തോട് സംസാരിക്കുക, വളരെ മോശമായ വാക്കുകൾ യൂസ് ചെയ്യുക, അതായത് സ്വഭാവ രീതിയിലുള്ളാവുന്ന വൈകല്യം സംഭവിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട. This dimension characterized by the physical aggression, difficulty controlling anger, and open disobedience and oppositionality. അപ്പൊ ഈ പറയുന്ന പ്രത്യേകതകൾ ഈ കണ്ടക്ട് ഡിസോർഡർ ഉള്ളവർ കാണിക്കാറുണ്ട്. ഫിസിക്കൽ അഗ്രഷൻ പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾ ഈ മിക്കവാറും സ്കൂളുകളൊക്കെ നമുക്കറിയാം ഭയങ്കര ഇടി ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ഒരു കണ്ടക്ട് ഡിസോർഡർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡിഫിക്കൽട്ടി കൺട്രോളിങ് ആങ്കർ, പെട്ടെന്ന് ദേഷ്യം വരുന്ന കാറ്റഗറിയിലേക്ക് ഇങ്ങനെ കുട്ടികളെ നമ്മൾ വിളിച്ച് കൗൺസിലിംഗ് കൊടുക്കാൻ നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എനിക്കത് നിയന്ത്രിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്കറിയാൻ ഞാൻ ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഇവർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മുടെ ചില സ്കൂളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-5-6 കുട്ടികളൊക്കെ ഇങ്ങനത്തെ എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഓപ്പൺ ഡിസ്ഒബീഡിയൻസ്, പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കില്ല, അവർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടീച്ചേഴ്സിന് ഈ പറയുന്ന കുട്ടികളോട് ഒരു താല്പര്യം പൊതുവെ കാണിക്കാറില്ല. കാരണം ഇവർ പലപ്പോഴും ക്ലാസ്സിൽ വളരെ പ്രോബ്ലമായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മളിപ്പം ഹൈപ്പർ ആക്റ്റീവ് പോലെ അങ്ങനെ പ്രോബ്ലമാറ്റിക് ഒന്നും ആയില്ലെങ്കിൽ പോലും ഇവരുടെ സ്വഭാവത്തിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഇവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ കണ്ടക്ട് ഡിസോർഡറിനെ കാണുന്നത്. ഇറ്റ്സ് ഗ്രൂപ്പ് ഈസ് ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലം ഇൻ യങ്സ്റ്റേഴ്സ്. അപ്പൊ ഇമോഷണൽ വൈകാരികമായ പ്രശ്നങ്ങൾ അതുപോലെ ബിഹേവിയർ പ്രോബ്ലംസും ഒരുപാട് ഇതിനകത്ത് കണക്ട് ചെയ്യാറുണ്ട്. ഡിഫിക്കൽട്ടി ടു ഫോളോവിങ് റൂൾസ് ആൻഡ് ബിഹേവിങ് ഇൻ എ സോഷ്യലി അക്സെപ്റ്റബിൾ വേ. അപ്പൊ ഇവര് പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ വേയിൽ ബിഹേവ് ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ഒരു വളരെ ഒബീഡിയൻസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവർക്ക് വൈലേറ്റ് ചെയ്യുന്നതിലായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെയാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിനോട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ODD അല്ലെങ്കിൽ ഒപ്പോസിഷണൽ ഡീഫിയൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ചെറിയ സിംറ്റംസിനകത്തുള്ള ചില വേരിയേഷൻസ് ആണ് ഇതിനകത്തുണ്ടാവും. ചില സമയത്ത് ചിലപ്പം ഈ രണ്ട് ഗ്രൂപ്പിന്റെയും ഡിഫറൻസസുകൾ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ കാണാറുണ്ട്. ODD is as a recurrent pattern of negativistic, defiant, disobedient and hostile behavior towards authority figures that persist for at least 6 months. ഒരു 6 monthോളം കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ ഡീഫിയന്റ് അല്ലെങ്കിൽ ഡിസൊബീഡിയന്റ് ബിഹേവിയറിനെയാണ് സാധാരണ ODDയിലെ കാറ്റഗറിയിലോട്ട് വരുന്നത്. ലോസിങ് വൺസ് ടെമ്പർ, പലപ്പോഴും വളരെ ഇമോഷണൽ അല്ലെങ്കിൽ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് ഇവരെ കാണുന്നത്. അതുപോലെ പലപ്പോഴും ആർഗ്യൂ വിത്ത് അഡൽട്ട് ഒക്കെ ആയിട്ട് പലപ്പോഴും വീട്ടിലെ പേരൻസ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് തർക്കിച്ച് നിൽക്കുന്നതായിട്ട് ഇവർ കാണിക്കാറുണ്ട്. അവരുടെ എഗനിസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. റെഫ്യൂസിങ് ടു ഫോളോ റൂൾസ്, നമ്മളൊരു റൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവർക്ക് റൂൾ ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് നോക്കാറുണ്ട്. ഡെലിബറേറ്റ്ലി അനോയിങ് അതർ പീപ്പിൾസും, പലപ്പോഴും അവർ പ്ലാൻ ചെയ്തിട്ട് തന്നെ വളരെ മോശം കമന്റുകൾ, സംസാരം, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള താല്പര്യം ഇങ്ങനെയുള്ളവർ ODD ആയിട്ടുള്ളവർ കാണിക്കാറുണ്ട്. അതുപോലെ ബ്ലെയിമിങ് അതേഴ്സ് ഫോർ വൺസ് ഓൺ മിസ്റ്റേക്സ്. അപ്പോൾ പലപ്പോഴും ബ്ലെയിമിങ് അതേഴ്സ് ഫോർ വൺസ് ഓൺ മിസ്റ്റേക്സ്. അപ്പോൾ പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇവർ നേരിടാറുണ്ട്. ഈസിലി ആങ്കേർഡ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക, ഒരു ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞ കാര്യത്തിൽ വളരെ ഡിലേഡ് ആയി നിൽക്കാറുണ്ട്. അതുപോലെ ആങ്സൈറ്റി ഡിസോർഡറിൽ ഉണ്ടാവാറുണ്ട്. ചിൽഡ്രൻ ഹാവ് എ പെർസിസ്റ്റന്റ് ഓർ കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് ഡിസൊബീഡിയന്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് അതർ അഡൽട്സ്. അപ്പോൾ സാധാരണ ഇവര് വീടുകളൊക്കെ വളരെ പ്രശ്നമുള്ളവരായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ നിങ്ങൾ കൗൺസിലിംഗ് മേഖല നിൽക്കുന്നവരാണെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടാവും. ഇപ്പം സാധാരണയൊക്കെ പഠിച്ചു വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഹൈസ്കൂളൊക്കെ ആയി കഴിഞ്ഞപ്പം ഇവൻ പഠിക്കുന്നില്ല, ഇവൻ പറഞ്ഞ കേൾക്കുന്നില്ല, അവൻ തറുതലയാണ്, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ അനുസരിക്കുന്നില്ല. അപ്പൊ എന്ത് ചോദിച്ചാലും വളരെ ദേഷ്യപ്പെടുവാണ്, അവൻ വീട്ടിലെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് സിംറ്റംസ് ഒക്കെ ആയിട്ട് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഇങ്ങനത്തെ കുട്ടികൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് നമുക്ക് ഉള്ളത്. ഇപ്പൊ ഏകദേശം ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ഞാൻ ഏകദേശം ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്ത് വരുന്നത് ഓട്ടിസ്റ്റിക് പറഞ്ഞു, റെഡ്സ് ഡിസോർഡർ പറഞ്ഞു, ആസ്പെർജേഴ്സ് സിൻഡ്രോം പറഞ്ഞു, ചൈൽഡ്ഹുഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഡിസോർഡർ അതുപോലെ അത്ര പ്രധാനമല്ല. അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ആങ്സൈറ്റി ഡിസോർഡറിലുള്ള കുട്ടികളുണ്ട്. അതിൽ 1-2 വളരെ
സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത പോർഷൻ വെച്ച് ബാക്കിയെല്ലാം ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഈ ഡെവലപ്മെന്റൽ പാത്തോജനീസിനകത്ത് നമുക്ക് 3 ഫാക്ടേഴ്സുകൾ, 3 കോസ് ഫാക്ടറുകൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഡെവലപ്മെന്റൽ പാത്തോജനസിസിൽ നമുക്ക് പ്രധാനമായിട്ടും 3 കോസ് ഫാക്ടറുകളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഒന്ന് ബയോളജിക്കൽ കോസ് ഫാക്ടർ ആയിരിക്കും, സൈക്കോളജിക്കൽ ആയിരിക്കും, സോഷ്യോ കൾച്ചറൽ കോസ് ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഡെവലപ്മെന്റൽ പാത്തോജനസിസിൽ അതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ റിസ്ക് ഫാക്ടർ ഉണ്ട്, അതുപോലെ ഫാമിലി റിസ്ക് ഫാക്ടർ ഉണ്ട്, സൊസൈറ്റി കമ്മ്യൂണിറ്റി റിസ്ക് ഫാക്ടർ പലപ്പോഴും മനോരോഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന റിസ്ക് ഫാക്ടറുകളായിട്ട് കാണാറുണ്ട്. ഒന്ന് ഒരു വ്യക്തിയിൽ സംഭവിക്കപ്പെടുന്ന റിസ്ക് ഫാക്ടറാണ്. ആ വ്യക്തിയിൽ സംഭവിക്കപ്പെടുന്ന റിസ്ക് ഫാക്ടർ the first category of the risk factor is defined at the level of the individual. Both physical and emotional considerations are relevant. Examples including a typical genetic polymorphism, deficit in the perception and a high level of the generalized anxiety. അപ്പോൾ നമുക്ക് ഈ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സൈക്കോ പാത്തോളജിക്കൽ പ്രോബ്ലത്തിനകത്ത് ഇൻഡിവിജ്വലിൽ സംഭവിക്കപ്പെടുന്ന പ്രോബ്ലം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പലപ്പോഴും കാണുന്നു. ഇൻഡിവിജ്വലിൻ്റെ അകത്ത് സംഭവിക്കുന്ന പല ഇഷ്യൂസുകൾ, പേഴ്സണൽ ഫാക്ടേഴ്സിൻ്റെ ഇഷ്യൂസുകൾ അങ്ങനെ കണക്റ്റഡ് ആവുന്നുണ്ട്. അതുപോലെ ഫാമിലി ഫാക്ടേഴ്സുകൾ, പേരന്റ് റിലേഷൻഷിപ്പ്, പേരന്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ കുട്ടിയുടെ അവൻ്റെ വളർച്ചയിലുണ്ടാകുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇത് പലപ്പോഴും കണക്റ്റഡ് ആവാറുണ്ട്. അത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ്, ഒരു കമ്മ്യൂണിറ്റി നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂ. ഉദാഹരണം പറയുവാണെങ്കിൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് ട്രാൻസ്ജെൻഡേഴ്സിന് സംഭവിക്കുന്ന ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ, അല്ലേ? ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെല്ലാം ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ ഉണ്ടാവില്ല, പക്ഷെ ഒരു 40% ട്രാൻസ്ജെൻഡേഴ്സിനും ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവർ ജനിക്കുന്ന സമയത്തൊന്നും ഈ പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാവില്ല, പക്ഷെ സൊസൈറ്റി അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിക്കും, അവർക്ക് ആ ഡിസോർഡർ അവർക്കായി തീരുവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സുകളുടെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ ഡെവലപ്മെന്റൽ സൈക്കോ പാത്തോജനസിന്റെ റിസ്ക് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബയോളജിക്കൽ കോസ് ഫാക്ടർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ജനറ്റിക് വൾണറബിലിറ്റി പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ്, ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ്, അതുപോലെ എയർലി ഫിസിക്കൽ ഡിപ്രിവേഷൻസ്, ഇങ്ങനെയുള്ള കോസ് ഫാക്ടറുകളാണ് ഈ ബയോളജിക്കൽ കോസ് ഫാക്ടറിൽ കാണാൻ പറ്റുന്നത്. ഈ ജനറ്റിക് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും ജീൻ റിലേറ്റഡ് ആയിട്ട്, പേരന്റ് അല്ലെങ്കിൽ ക്രോമസോമൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക് മേക്കപ്പിലൂടെ സംഭവിക്കപ്പെടുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ്, അല്ലെ? ജീൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു മെന്റൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കണക്ട് ആവുന്ന സിറ്റുവേഷനാണ് ജനറ്റിക് വൾണറബിലിറ്റി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ചില ഫാമിലീസിൽ താരതമ്യേന മെന്റൽ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ദർ ജനറ്റിക് വൾണറബിലിറ്റി ഈസ് ഹൈ. അപ്പൊ ഇങ്ങനെ MSS മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഒക്കെ എടുക്കുമ്പോൾ ഈ പറയുന്ന ഒരു കാര്യം വളരെ കൂടുതലായിട്ട് എടുക്കാറുണ്ട്. നമ്മൾ ജനറ്റിക് വൾണറബിലിറ്റി ഉണ്ടാവാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കോസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ കോസ് ഫാക്ടർ എന്ന് പറയുന്നത് ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം ആണ്. ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ സംഭവിക്കപ്പെടുന്ന വേരിയേഷൻസ്, ഉദാഹരണമായിട്ട് പറയുക, നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് വെൻ അണ്ടർ സ്ട്രെസ് ഓർ ഫേസ്ഡ് with threat, the hypothalamus causes corticotropin releasing hormones to the released, which then communicate with the pituitary gland. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈപ്പോതലാമസിൽ നിന്നും ഈ CRF അല്ലെങ്കിൽ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്നുള്ള ഹോർമോൺ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുകയും അതെന്ത് ചെയ്യുന്നു, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് അത് എത്തുകയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്ത് ചെയ്യും, അത് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിൻ ഹോർമോണായിട്ട് ഫോം ചെയ്തിട്ട് അത് ബ്ലഡിലേക്ക് അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹോർമോണൽ
ചേഞ്ചസുകൾ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പാർക്കിൻസൺ ഡിസീസ് കണ്ടിന്യൂസ് സ്ട്രെസ് ഉണ്ടാവുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂസുകളാണ്. അല്ലെങ്കിൽ അവിടെ ജനറ്റിക് ഫാക്ടറും അവിടെ കോസ്റ്റ് ഫാക്ടറായിട്ട് വരാറുണ്ട്. അപ്പൊ നിരന്തരമായിട്ട് ഒരാൾ ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ നിരന്തരമായി സ്ട്രെസ്ഫുൾ ഈവന്റിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ അയാളുടെ ഇഷ്യൂസുമായിട്ട് അല്ലെങ്കിൽ അയാൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഇഷ്യൂസിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ എൻഡോക്രൈൻ ഗ്ലാൻഡിനകത്ത് സംഭവിക്കപ്പെടുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതേപോലെ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്, പ്രീ ആൻഡ് പോസ്റ്റ് നാറ്റൽ അബ്നോർമാലിറ്റീസ് ഓർ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ന്യൂട്രീഷണൽ ഇഷ്യൂസ്, ഫിസിക്കൽ ഹാൻഡിക്യാപ്പിലേക്ക് ലീഡ് ചെയ്യുന്ന ന്യൂട്രീഷണൽ ഇഷ്യൂസ് ഉണ്ടാവാം. ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കാം, അതുപോലെ റേഡിയേഷൻ ആയിരിക്കാം, ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം, അതേപോലെ ഇമോഷണൽ സ്ട്രെസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്ന കണ്ടീഷൻസും ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, മെന്റൽ ഇഷ്യൂസിലേക്ക് പലപ്പോഴും കണക്ട് ചെയ്യാറുണ്ട്. മറ്റൊന്ന് ഇയർലി ഫിസിക്കൽ ഡിപ്രിവിയേഷൻസ് ആണ്. നമുക്ക് നേരത്തെ സംഭവിക്കപ്പെടുന്ന ബോഡിയുടെ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ സംഭവിക്കപ്പെടുന്ന ഇഞ്ചുറീസ്, ഡിസീസ്, അതുപോലെ തന്നെ ഡിപ്രിവിയേഷൻസ് ഓഫ് ബേസിക് സൈക്കോളജിക്കൽ നീഡ് ഫോർ ഫുഡ്, ഓക്സിജൻ, വാട്ടർ, സ്ലീപ്പ്, ഇതേപോലുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി കിട്ടാതെ വരുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഇയർലി ഫിസിയോളജിക്കൽ ഡിപ്രിവിയേഷൻസ് എന്തുണ്ടാവും, മെന്റൽ ഇഷ്യൂസുമായിട്ട് ലിങ്ക് ആവാറുണ്ട്. ഫുഡ് കൃത്യമായി പ്രോപ്പർ ആവാന്നില്ല. അങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് പറയുന്നത്. ഇനി സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് കോസ്റ്റ് ഫാക്ടർ എടുക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും പേരന്റൽ ഡിപ്രിവിയേഷൻ ആൻഡ് സെപ്പറേഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് ഫാക്ടർ എന്താണ്, മെന്റൽ പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ മാനസികമായ പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് പേരന്റിങ്ങിന്റെ പ്രശ്നങ്ങൾ, പേരൻസിന്റെ അഭാവം അല്ലെങ്കിൽ നെഗറ്റീവ് പേരന്റിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തോട്ട് റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, കുട്ടികളായിരുന്ന സമയത്ത് സംഭവിക്കുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ്, എക്സ്പ്ലോയിറ്റേഷൻസ്, അങ്ങനത്തെ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ, മരണങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പലപ്പോഴും എന്താണ് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ ഇത് സൈക്കോ പ്രോബ്ലത്തിലോട്ട് കണക്ട് ചെയ്യാറുണ്ട്. അതുപോലെ പേരന്റൽ സൈക്കോപാത്തോളജി, പേരന്റിനുണ്ടാവുന്ന മറ്റ് സ്കീസോഫ്രീനിയ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ അത് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പലപ്പോഴും ആ ഒരു എൻവയോൺമെന്റിൽ വരുന്ന ഒരു സിറ്റുവേഷൻ കണക്ട് ചെയ്യുന്നതായിട്ട് വരാറുണ്ട്. അതിൽ പേരന്റിങ് സ്റ്റൈല്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതോറിറ്റേറ്റീവ് പേരന്റിങ്ങിന്റെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നെഗറ്റീവ് പേരന്റിങ്ങിന്റെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ഒരുപാട് പേരന്റിങ് റിലേറ്റഡ് ഇഷ്യൂസുകൾ പലപ്പോഴും സൈക്കോളജിക്കൽ ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ ഇൻഅഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻസ്, പ്രോപ്പർ ഡെവലപ്മെന്റ് ഇല്ലാത്ത ഫാമിലി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, കമ്മ്യൂണിക്കേഷൻ ഡിലേ, ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്റപ്റ്റഡ് ഫാമിലി റിലേഷൻഷിപ്പ്, ഒരു തകർന്ന ഒരു ഫാമിലി ബന്ധങ്ങൾ, പേരൻസിന് സംഭവിക്കുന്ന ഡിവോഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇതിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. മറ്റൊന്ന് സോഷ്യോ കൾച്ചറൽ കോസ്റ്റ് ഫാക്ടറാണ്. ഈ സോഷ്യോ കൾച്ചറൽ കോസ്റ്റ് ഫാക്ടർ അത് നമുക്കറിയാം. ഇപ്പം വൈഗോസ്കിക്ക് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സൈക്കോ സോഷ്യൽ തിയറിക്കകത്ത് പറയുന്നുണ്ട്, ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ സോഷ്യൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ ലേണിങ്ങിനെ ഏറ്റവും കൂടുതൽ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് വൈഗോസ്കിയുടെ സൈക്കോ സോഷ്യൽ തിയറി. അതുപോലെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അവിടെ സംഭവിക്കപ്പെടുന്ന കൾച്ചറൽ ഇഷ്യൂസ്, ഫാമിലി, സെക്സ്, ഏജ്, ക്ലാസ്, ഒക്യുപ്പേഷണൽ, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. റിലീജിയസ് ഗ്രൂപ്പ്, നമ്മുടെ ബിലീവ്സ്, ഇതിനകത്തൊക്കെ സംഭവിക്കപ്പെടുന്ന ഒരുപാട് മിസ്റ്റേക്സിന് അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അതുപോലെ സൊസൈറ്റിയൽ ഇൻഫ്ലുവൻസസ്, ഒരു സൊസൈറ്റി ചിലപ്പോൾ പലപ്പോഴും നെഗറ്റീവായിട്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്താണ് വളരെ തീവ്രമായിട്ടുള്ള മതവിശ്വാസങ്ങളും ഇങ്ങനെയൊക്കെ പോകുന്ന പല കാര്യങ്ങൾക്കകത്തോടും പലപ്പോഴും ഇഷ്യൂസുകൾ സംഭവിക്കാറുണ്ട്. അതുപോലെ ഡിസോർഡർ ഇൻ സോഷ്യൽ റോളിൽ സംഭവിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ റോൾ ക്ലിയർ ആവാത്തതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഇഷ്യൂസുകൾ, സോഷ്യൽ ചേഞ്ച്, ഇങ്ങനെയുള്ള ഒരുപാട് കോസ്റ്റ് ഫാക്ടറുകളാണ് പൊതുവെ നമുക്ക് കാണാറുള്ളത്. ഞാൻ അതിനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. സൈക്കോ പാത്തോളജിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ബയോളജിക്കൽ കോസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കൽ വൾണറബിലിറ്റീസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഇഷ്യൂസുകൾ, അതുപോലെ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ്, ഇയർലി ഫിസിക്കൽ ഡിപ്രിവിയേഷൻസ്, ഈ 4 പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ബയോളജിക്കൽ കോസ്റ്റ് ഫാക്ടറായിട്ട്. ഈ സൈക്കോളജിക്കൽ കോസ്റ്റ് ഫാക്ടറോട് വരുവാണെങ്കിൽ പേരന്റൽ ഡിപ്രിവിയേഷൻസ് അല്ലെങ്കിൽ പേരന്റൽ പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, പേരന്റൽ സൈക്കോപാത്തോളജി വരാറുണ്ട്, പേരന്റൽ സ്റ്റൈലിനകത്തുള്ള ഇഷ്യൂസ്, ഇൻഅഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻസ്, അതേപോലെ ഡിസ്റപ്റ്റഡ് ഫാമിലി റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ സൈക്കോ സോഷ്യൽ കോസ്റ്റ് ഫാക്ടർ കൂടി റിലേറ്റ് ചെയ്യാറുണ്ട്. ഇനി സോഷ്യോ കൾച്ചറൽ കോസ്റ്റ് ഫാക്ടർ ഉണ്ടാവാറുണ്ട്.
ഈ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് ഇമ്പാക്ട്, അതുപോലെ പാത്തോജനിക് സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസസ്, ഡിസോർഡർ ഇൻ സോഷ്യൽ റോൾസ് ആൻഡ് സോഷ്യൽ ചേഞ്ച് ആൻഡ് അൺസർട്ടനിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോപാത്തോളജി, DSM-4 എന്നുള്ളതാണ് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമുക്കറിയാം ഈ സൈക്കോപാത്തോളജിയുടെ പല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ കൺട്രോളിന് വേണ്ടി, അല്ലെങ്കിൽ കോംപ്രിഹെൻഷന് വേണ്ടി, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, അല്ലെങ്കിൽ പ്രൊഡിക്ഷൻ, ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുന്നത്. സാധാരണ ഇത് രണ്ട് രീതിയിലുള്ള ഒരു അപ്രോച്ചുകൾ അതിനകത്ത് എടുക്കാറുണ്ട്. ഒന്നുകിൽ കാറ്റഗറിയൽ അപ്രോച്ചിന്റെ രീതിയിൽ അത് തിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡയമെൻഷൻ വെച്ചിട്ട് ഡയമെൻഷണൽ രീതിയിൽ തിരിക്കാറുണ്ട്. ഇപ്പൊ കാറ്റഗറിയൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ഡിസീസ് കാറ്റഗറൈസ് ചെയ്തിട്ട് ആ രീതിയിലുള്ള ഒരു മെത്തേഡാണ് അത് അഡോപ്റ്റ് ചെയ്യുന്നത്. ചില രീതിയിലുള്ള നമ്മൾ സൈക്കോപാത്തോളജി രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഡയമെൻഷണൽ അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓരോ ഡയമെൻഷൻ എടുത്തിട്ട് ആ ഡയമെൻഷനകത്ത് തിരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഓഫ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോപാത്തോളജിക്കകത്ത് നമുക്കറിയാം ആദ്യ സമയത്തൊക്കെ മെലങ്കോളിയ, ഹിസ്റ്ററിയ എന്നൊക്കെ പറഞ്ഞുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ വേറെ ചില ഹിസ്റ്റീരിയ, മാനിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിലീറിയം, ഇങ്ങനെ പറഞ്ഞിട്ട് 2-3 ക്ലാസിഫിക്കേഷൻ വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 460, 370 ഒക്കെ BC-യിലൊക്കെ അങ്ങനെ ചെറിയ ചില ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഡിസോർഡറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഡെവലപ്മെന്റ് ഓഫ് ICD 1893-ലാണ് നമുക്കറിയാം ഇന്റർനാഷണൽ ലിസ്റ്റ് ഓഫ് കോസ് ഓഫ് ഡെത്ത് വാസ് പബ്ലിഷ്ഡ്. അങ്ങനെ ഇന്റർനാഷണൽ ഡിസീസിനെ കാറ്റഗറൈസ് കൊണ്ടുള്ള ഒരു WHO-യുടെ ICD ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്യുമ്പോൾ പതുക്കെ അതിനകത്ത് സൈക്കോളജിക്കൽ ഡിസോർഡർ എൻട്രി ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ICD 6-ലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ വിച്ച് വാസ് പബ്ലിഷ്ഡ് വിത്ത് ദി സെപ്പറേറ്റ് സെക്ഷൻ ഓഫ് മെന്റൽ ഡിസോർഡർ ഇൻ 1949. അപ്പോൾ ICD 1, 2-ലൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, മെന്റൽ ഡിസോർഡറിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ICD 6 വന്നപ്പോൾ 1946 വന്നപ്പോൾ അതിനകത്ത് മെന്റൽ ഡിസോർഡറിനെ മെൻഷൻ ചെയ്തു തുടങ്ങി. അതുപോലെ ICD 8 വന്നപ്പോൾ വാസ് പബ്ലിഷ്ഡ് ഇൻ 1972 വിത്ത് ദി കോംപ്രിഹെൻസീവ് ഗ്ലോസറി ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. ഒരു കോംപ്രിഹെൻസീവ് ഗ്ലോസറി കൊടുത്തുകൊണ്ട് മെന്റൽ ഡിസോർഡറിനെ ക്ലാസിഫൈ ചെയ്യാൻ ICD 8 വന്നപ്പോൾ പറ്റിയിട്ടുണ്ട്. അല്ല ICD 9 വന്നപ്പോൾ വാസ് പബ്ലിഷ്ഡ് ഇൻ 1977 വിത്ത് ദി ഗ്രേറ്റർ ക്ലിനിക്കൽ മോഡിഫിക്കേഷൻസ്. അപ്പോൾ വോളിയം നമ്പർ 1, വോളിയം നമ്പർ 2-നകത്ത് ICD 9-നകത്ത് ഈ പറയുന്നൊരു ക്ലിനിക്കൽ മോഡിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ICD 9 വന്നപ്പോഴാണെങ്കിലും ഡിസ്ക്രൈബ്ഡ് ഡയഗ്നോസ്റ്റിക് കോഡ്സ്, വൈൽ വോളിയം നമ്പർ 3 എക്സ്പ്ലെയിൻഡ് പ്രൊസീജിയർ കോഡ് ഫോർ ദി മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ. മെന്റൽ ബിഹേവിയർ ഡിസോർഡറിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കോഡ് അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ ഈ ICD 9-നകത്തോട്ട് പോസിബിൾ ആയിട്ടുണ്ട്. ICD 10 1978 ICD 10 WHO ഇറക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന രീതിയിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡയഗ്നോസിക് ഓഫ് മെന്റൽ ഡിസോർഡർ ആൻഡ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ആൽക്കഹോൾ, ഡ്രഗ് റിലേറ്റഡ് പ്രോബ്ലംസ് ഈ ഒരു മേഖലയിലിട്ട് കൊണ്ടുവരികയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ICD 10-നകത്തോട്ട് വന്നപ്പോൾ സാധിച്ചിട്ടുണ്ട്. ICD 9 നമുക്കറിയാം മെന്റൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡറിനെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതുവരെ നമുക്കറിയാം അതിനൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ടല്ല മെന്റൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡർ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പല ഇഷ്യൂസും ഒന്നും ഐഡന്റിഫൈഡ് അല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ICD 10-ലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ആൽക്കഹോൾ, ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ മെന്റൽ ഡിസോർഡറിന്റെ അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ICD 10-നെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ ഫസ്റ്റ് അതിന്റെ F00, F09 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡിനകത്തുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓർഗാനിക് ഇൻക്ലൂഡിങ് സിംറ്റമാറ്റിക് മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ F19 വരുമ്പോൾ മെന്റൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡർ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ട് ICD 10 കൊടുത്തിട്ടുണ്ട്. പിന്നെ F29 അത് സ്കീസോഫ്രീനിയ ആൻഡ് ഡെലൂഷണൽ ഡിസോർഡർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ F30, F39-നകത്ത് മൂഡ് ഡിസോർഡർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. F48-നകത്ത് ന്യൂറോട്ടിക് ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് സൊമാറ്റോഫോം ഡിസോർഡർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ F59-നകത്ത് ബിഹേവിയറൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടുണ്ട്.
F60 ICD-10 F60 ഡിസോർഡർ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ എന്നുള്ളൊരു കാറ്റഗറി കൊടുത്തു. അതിൽ F70 വന്നപ്പോൾ മെന്റൽ റിട്ടാർഡേഷൻ ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. F80 എന്നുള്ള കോഡിനകത്ത് ഡിസോർഡർ ഓഫ് ദി സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബിഹേവിയറൽ ഇമോഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള F90 ഒരു കോഡുണ്ട്. പിന്നെ അതുപോലെ അവസാനമായിട്ട് അൺസ്പെസിഫൈഡ് മെന്റൽ ഡിസോർഡർ. ഇങ്ങനെ ICD-10 കൂടിയാണ് വളരെ കൃത്യമായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് DSM ആണ്. നമുക്കറിയാം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ് DSM എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. DSM 5 നമുക്ക് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ സിലബസ് പ്രകാരം DSM 4 ആണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. 2013 DSM 5 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ DSM എന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ വളരെ ഒതന്റിക് ആയിട്ട് ഒരുപാട് സിംറ്റംസ് റിലേറ്റഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് DSM. അത് DSM 1 വരുന്ന 1952 DSM 2 വരുന്ന 1968 DSM 2 വന്നു. DSM 3 1980 വരുന്നത്. അതേപോലെ 1987 DSM 3 വന്നു. 1994 DSM 5 വന്നു. DSM 4 ടെക്സ്റ്റ് റിവിഷൻ വരുന്നത് 2000 വരുന്നത്. അപ്പോൾ ഇതിനകത്ത് DSM 1 പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് 106 മെന്റൽ ഡിസോർഡറുകളാണ് DSM 1 പറഞ്ഞത്. DSM 2 വരുമ്പോൾ അത് കുറച്ചും കൂടി 182 ഡിസോർഡറുകളായിട്ട് DSM 2 വരുമ്പോൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഇനി DSM 3 വരുമ്പോഴാണെങ്കിലും അതിനകത്ത് ഏകദേശം 265 കാറ്റഗറി ആയിട്ട് അതിനകത്തോട്ട് ഡിസോർഡറുകൾ കൂടി വരുന്നുണ്ട്. DSM 3 വരുമ്പോഴാണെങ്കിലും ഇതേപോലെ നമ്പറിനകത്ത് 292 ഡയഗ്നോസിങ് ഇഷ്യൂസ് മെന്റൽ ഡിസോർഡറുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. DSM 4 വരുമ്പോഴും 297 ആയിട്ട് അത് വീണ്ടും കൂടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻക്രീസിങ് ലെവല് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഈ DSM 5 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ വരുന്നത്. അപ്പൊ DSM 4 ആണ് നമ്മുടെ സിലബസിലായിട്ട് കൂടുതൽ പഠിക്കാനുള്ളത്. ഈ DSM 4 അതിന്റെ ആക്സിസ് 1, ആക്സിസ് 2 എന്ന് പറഞ്ഞിട്ട് ഓരോ ആക്സിസുകൾ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഓരോ ഡിസോർഡറുകൾ കൊടുക്കുന്നത് എന്നുള്ളത്. ഈ ആക്സിസ് 1 എടുക്കുവാണെങ്കിൽ ക്ലിനിക്കൽ ഡിസോർഡർ ആണ് അതിനകത്ത് വരുന്നത്. ക്ലിനിക്കൽ ഡിസോർഡർ ആൻഡ് അതർ കണ്ടീഷൻസ് ദാറ്റ് മേ ബി ഫോക്കസ് ഓഫ് ക്ലിനിക്കൽ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ആക്സിസ് 1 കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് വരുന്നത്. ഡിസോർഡേഴ്സ് യൂഷ്വലി ഫസ്റ്റ് ഡയഗ്നോസ്ഡ് ഇൻ ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസോർഡർ കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിലേറിയം, ഡിമെൻഷ്യ ആൻഡ് അംനീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ കൊഗ്നിറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ടാം ആക്സിസ് 1 തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ള കാറ്റഗറി വന്നിട്ടുണ്ട്. സബ്സ്റ്റൻസ് റിലേറ്റഡ് ഡിസോർഡർ വരുന്നത് ആക്സിസ് 1 അതുപോലെ സ്കീസോഫ്രീനിയ, മൂഡ് ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡർ, സൊമാറ്റോഫോം ഡിസോർഡർ, ഡിസോസിയേറ്റീവ് ഡിസോർഡർ, സെക്ഷൽ ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ, സ്ലീപ്പ് ഡിസോർഡർ, ഇമ്പൾസീവ് കൺട്രോൾ ഡിസോർഡർ, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ് ആക്സിസ് 1 ഈ DSM 4 വന്നിരിക്കുന്നത്. ഇനി ആക്സിസ് 2 നോക്കുവാണെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഉദാഹരണമാണ് പാരനോയിഡ്, നാർസിസ്റ്റിക്, സ്കീസോയിഡ്, സ്കീസോടിപ്പിക്കൽ, അതുപോലെ ഡിപെൻഡന്റ് പേഴ്സണാലിറ്റി, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി, അതുപോലെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ വരുന്നത് ആക്സിസ് 2 DSM 4 ആക്സിസ് 2 OCD ഒക്കെ വരുന്നത്. അതുപോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി വരുന്നത്, പേഴ്സണാലിറ്റി ഡിസോർഡർ ഹിസ്റ്റോറിക് വരുന്നത്, അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ വരുന്നത് ആക്സിസ് 2 ഇനി ആക്സിസ് 3 വരുമ്പോൾ നമുക്കറിയാം ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള മെഡിക്കൽ കണ്ടീഷൻ റിലേറ്റഡ് ഡിസീസുകൾ ആക്സിസ് 3 വരുന്നത്. അതുപോലെ ആക്സിസ് 4 സൈക്കോ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസുകൾ കൂടുതലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇഷ്യൂസുകൾ പറയുന്നുണ്ട്. അതുപോലെ പ്രോബ്ലംസ് വിത്ത് ദി ഫാമിലി, പ്രൈമറി സപ്പോർട്ട് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ, പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദി സോഷ്യൽ എൻവയോൺമെന്റ്, എഡ്യൂക്കേഷണൽ പ്രോബ്ലം റിലേറ്റഡ് ഇഷ്യൂസുകൾ, അതുപോലെ ഒക്യുപ്പേഷണൽ പ്രോബ്ലംസ് റിലേറ്റഡ്, ഹൗസിംഗ് പ്രോബ്ലംസ്, എക്കണോമിക് പ്രോബ്ലംസ്, പ്രോബ്ലംസ് വിത്ത് ദി അക്സസ് ടു ഹെൽത്ത് കെയർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോ സോഷ്യൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണ് ആക്സിസ് 4 വരുന്നത്. ഇനി ആക്സിസ് 5 വരുമ്പോൾ ഗ്ലോബൽ ആൻഡ് അസസ്മെന്റ് ആൻഡ് റിലേഷണൽ ഫങ്ഷനിങ് എന്നുള്ള പ്രോബ്ലംസ് ആണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ DSM 4 ടെക്സ്റ്റ് റിവിഷൻ പരിശോധിക്കുമ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ സിംറ്റംസിന് വളരെ പ്രാധാന്യം കൊടുത്തു എന്നുള്ളൊരു പോരായ്മ, അല്ലെങ്കിൽ സിംറ്റംസ് മാത്രം വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെങ്കിൽ അത് വളരെ ഫോക്കസ്ഡ് ആണ്, മറ്റു കാര്യങ്ങൾക്കകത്തൊന്നും ഈ സൈക്കോളജിക്കൽ ഡിസോർഡറിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളൊരു
പോരായ്മ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാതെയാണ് ഈ സിംറ്റംസും മറ്റു കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അതുപോലെ സൂപ്പർഫിഷ്യൽ സിംറ്റംസിനെ വല്ലാതെ എക്സാജറേറ്റ് ചെയ്യുകയും വളരെ എന്താണ് ഒരു ഒരു കൃത്യമായി മെഷർ ചെയ്യാതെയൊക്കെയാണ് മെൻഷൻ ചെയ്തെന്നുള്ള ഒരു പോരായ്മകൾ ഈ DSM-4 പറയാറുണ്ട്. അതുപോലെ കൾച്ചറൽ ബയാസ് ഉണ്ടായിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇഷ്യൂ എടുത്തിരിക്കുന്നത് യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ അത് വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് അല്ല. അപ്പം കൾച്ചറൽ ബയാസിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ് കമ്പനീസിന്റെ ഒരു ഇൻഫ്ലുവൻസിനകത്തോട്ട് കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ഇൻഫ്ലുവൻസിന്റെ അകത്ത് പലതും ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണ് 2013 ഇപ്പോൾ DSM-5 വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കാറ്റഗറൈസേഷനിലേക്ക് വരുന്നത്. അപ്പൊ ICD DSM എന്നുള്ള 2 കാറ്റഗറിയിലാണ് നമ്മൾ സൈക്കോളജിക്കൽ മെന്റൽ ഡിസോർഡറിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് ഓരോ പാറ്റേൺ അനുസരിച്ചിട്ട് ഓരോ DSM-5 വരുമ്പോൾ ഒരുപാട് വേരിയേഷൻസ് അതിനകത്ത് വീണ്ടും വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും സിംറ്റത്തിനകത്തും ക്ലാസിഫിക്കേഷനകത്തുള്ള ഡിഫറൻസസുകൾ കാണാൻ പറ്റും. ഇപ്പൊ DSM-4 എടുക്കുവാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് അതിനകത്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ സൈക്കോപാത്തോളജിയുടെ ഫൗണ്ടേഷൻ നമ്മളിവിടെ ആവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സർ, ODD ഏത് ഏജിലാണ് കണ്ടെത്താൻ പറ്റുക? ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡിസോർഡറും ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. ഡെവലപ്മെന്റൽ പീരീഡിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇത് ODDയും കണ്ടക്ട് ഡിസോർഡറൊക്കെ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആവുന്നത് അഡോളസെന്റ് പീരീഡിനകത്താണ്. അഡോളസെന്റിനകത്താണ് ഇത് കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ഓട്ടിസ്റ്റിക് പ്രോബ്ലം ഉള്ളവരെ അത് പിന്നീട് ODD ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് രണ്ടും ഈ കോമോർബിഡ് ആയിട്ട് വരാറുണ്ടോ? ഓട്ടിസ്റ്റിക് ചൈൽഡ് ഉള്ളവർക്ക് അങ്ങനെ ODDയിലോട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റഡീസുകളൊന്നും അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് വരാറില്ല. കാരണം രണ്ട് രീതിയിലേക്ക് നിൽക്കുന്ന രണ്ട് ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഒരു സ്പെക്ട്രം ഡിസോർഡറിന്റെ കീഴിലോട്ട് ODDയെ കൺസിഡർ ചെയ്യപ്പെടാറില്ല. അതായത് നമുക്കറിയാം ഓട്ടിസം എന്ന് പറഞ്ഞൊരു സ്പെക്ട്രം ഡിസോർഡർ ആണ് വരുന്നത്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സുകൾ കാണിക്കാറുണ്ട്. പക്ഷെ അവരൊരു വയലന്റ് നേച്ചർ അല്ലെങ്കിൽ ആ പറയുന്ന രീതിയിൽ കണ്ടക്ട് ഡിസോർഡർ സ്വഭാവ ദൂഷ്യത്തിന്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ ODD ലെവലിലേക്കുള്ള ഡിസൊബീഡിയന്റ് രീതിയിലേക്ക് ഓട്ടിസ്റ്റിക് ചൈൽഡ് വരാറില്ല. അവർ കമ്മ്യൂണിക്കേഷൻ ഡിലേ കാണിക്കാറുണ്ട്, വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ ഡിലേഡ് ആവുന്നു. ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് പലപ്പോഴും ഓട്ടിസത്തിൽ കാണിക്കുന്നത്. ഈ കോണ്ടാക്ട് ഡിസോർഡർ പിന്നെ ODDയും അത് പിന്നെ സൈക്കോപ്പതി ആയിട്ട് മാറാറുണ്ടോ? അതായത് അത് അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഈ പറയുന്ന രീതിയിൽ പലപ്പോഴും എൻവയോൺമെന്റൽ ഇഷ്യൂസുകളിലോട്ട് കൂടുതൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഫാമിലി ഇഷ്യൂസുകൾ, ജനറ്റിക് ഫാക്ടേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല കോസ് ഫാക്ടറുകൾ ലിങ്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ODD അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ രണ്ടും ലിങ്ക് ആവുന്നത്. പക്ഷെ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നീട് തുടർന്നും ഇവർക്ക് ഇവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഇത് ലിങ്ക് ചെയ്യാനും, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ളവർ കുറച്ചും കൂടി റിബൽ നേച്ചർ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ നേച്ചറിലേക്ക് കണക്ട് ചെയ്യാനും ആ രീതിയിലുള്ള പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഒക്കെ കാണിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഏർലി ഏജിൽ കാണുമ്പോൾ അത് പിന്നെ നമ്മളെ കോണ്ടാക്ട് ഡിസോർഡർ ഒന്നും അത് കുറച്ച് വൈകി കഴിഞ്ഞാൽ അതിനെ ODD വിളിക്കും, അങ്ങനെയാണോ? അതിന്റെ രണ്ടും ബേസിക്കലി ഒരേപോലെ സിമിലർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് അതിന്റെ കോസ്റ്റ് ഫാക്ടറിനകത്തുള്ള ചെറിയ വേരിയേഷൻസ് പ്രകാരമാണ് അതിന്റെ ഡിഫറൻസസ് നിൽക്കുന്നത്. രണ്ടും ഏകദേശം ഒരു സിമിലർ ലെവലിൽ നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചെറിയ മൈന്യൂട്ട് ലെവലിലുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷെ അതിന്റെ ചെറിയ രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻസസുകൾ, സിംറ്റംസ്, അതിന്റെ കോസ്റ്റ് ഫാക്ടറുകളെല്ലാം വ്യത്യാസമായിട്ട് കാണാറുണ്ട്. ഇത്തരം കുട്ടികളെ പിന്നെ മുതിർന്നവരോടൊക്കെ ഡിഫൈൻഡ് ആയിട്ട് പെരുമാറുക അല്ലെങ്കിൽ ഒപ്പോസിഷൻ ആയിട്ട് പെരുമാറുമ്പോൾ അത് നമുക്ക് ODD ആയിട്ട് കണക്കാകും. ചെറിയ കുട്ടികൾ തന്നെ മറ്റേതിപ്പോ ഒരു അഡോളസൻസ് പീരീഡിലാണ്
പിന്നെ ODD ഒക്കെ നമുക്ക് ഈ പല ഡിസോർഡറുകളും ഇപ്പൊ ഈ ODD ഒക്കെ വളരെ കൃത്യമായിട്ട് ഒരു 6 മന്ത് ഒരാൾ എക്സ്പ്രസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അയാൾ ബിഹേവിയർ ഒരു കുട്ടി ഒരു ഇൻസിഡൻസിൽ പെട്ടെന്ന് തന്നെ ബിഹേവ് ചെയ്തതിന്റെ ടീച്ചറോട് വളരെ നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്തതിന്റെ പേരിൽ ആ കുട്ടി ODD നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ആ നേച്ചർ ആള് ആ ഒരു മോർ ദാൻ 6 മന്ത് എങ്കിലും കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബിഹേവിയറിലേക്ക് അയാൾ സസ്റ്റെയിൻ ചെയ്ത് പോകും. ആ രീതി വന്നാൽ മാത്രമേ നമ്മളത് ഡിഫൈൻ ചെയ്തിട്ട് അത് ഡിസോർഡർ ആണെന്ന് പറയാറുള്ളൂ. ഈ സൈക്കോപാസിനൊന്നും പിന്നെ ചികിത്സ ഇല്ലാന്നോ അല്ലെങ്കിൽ താരതമ്യേന കുറവാണെന്നോ? ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറഞ്ഞു സാധാരണ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈമാറിയില്ലാണ്ട് അവരവിടെ എത്താറില്ല, ഉണ്ടെങ്കിൽ തന്നെ അവരെ അവരെ എന്താ പറയാ നോർമലാക്കാൻ വളരെ ബുദ്ധിമുട്ടാന്ന് പറയുന്നു. ആ ഒരു പ്രശ്നം ഈ ഇവരിലും ഈ ODD-യിലും അതേമാതിരി തന്നെ കോണ്ടക്ട് ഡിസോർഡർ ഉള്ളവർക്കും ഈ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവരെ എന്താ പറയണ്ടേ ക്യൂർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും? താരതമ്യേന ക്യൂർ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. കാരണം ഒരാൾ ഒരു ബിഹേവിയർ ആ ലെവലിലേക്ക് എത്തുമ്പം അത് ഒരു നിമിഷം കൊണ്ട് അയാൾ അച്ചീവ് ചെയ്യുന്നതല്ല. ഒരുപാട് നാളുടെ അയാളുടെ ജീവിത രീതികൾ, ജീവിത സാഹചര്യങ്ങൾ, അയാളുടെ ബയോളജിക്കൽ ക്യാരക്ടർ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു കണ്ടക്ട് ഡിസോർഡർ ആണെങ്കിൽ ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ പ്രോപ്പർ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ഒക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ചേഞ്ചസുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ സിറ്റുവേഷനിൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും അവരെ നെഗറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പലപ്പോഴും എഗനിസ്റ്റ് ആയിട്ട് അവരെ നിൽക്കുന്നവർ വീണ്ടും വീണ്ടും അതിനോട് പ്രശ്നത്തിലോട്ട് പോകുന്ന രീതിയിലുള്ള പലപ്പോഴും കാണാറുണ്ട്. ഇതിന്റെ മുമ്പത്തെ അവസ്ഥ പറഞ്ഞാൽ ഇപ്പോ ഈ ടെമ്പർ ടാൻട്രംസ് കാണിക്കുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഇങ്ങനെ ഈ ഡിഫൈൻഡ് ആയിട്ട് വളരാൻ ഉള്ള സാധ്യത ഉണ്ടാവും. അതിന്റെ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വരുമെന്നുള്ള അല്ലെ? അതായത് നമ്മൾ ഈ ഇങ്ങനത്തെ ഇഷ്യൂസ് കാണിക്കുമ്പോൾ അവരെ സാധാരണ നമുക്ക് പറയുന്നത് തന്നെ വളരെ ബിഹേവിയറൽ ആസ്പെക്ട്സിനകത്ത് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവന്റെ എൻവയോൺമെന്റിനെ വളരെ പോസിറ്റീവ് ആക്കുകയും അവനെ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള സമീപനങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ചേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനകത്ത് പലപ്പോഴും നെഗറ്റീവ് എക്സ്പീരിയൻസ് മാത്രമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പല കോണ്ടെക്സ്റ്റിലും കിട്ടുന്നത്. നിരന്തരം അവർ അടി മേടിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പേരൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇവര് പലപ്പോഴും അതിൽ നിന്നൊരു എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ ഫോം ചെയ്തു പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ പരിഗണന കിട്ടുവാണെങ്കിൽ, ഈ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ താരതമ്യേന ഇവരുടെ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിലുള്ള സമീപനമാണ് വേണ്ടത്. ഇവരുടെ ഒരു മൃദു സമീപനം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം ഉണ്ടാകുമ്പോൾ അത് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ഇടും. അതായത് ഇപ്പൊ അവർക്കുള്ള ക്യാരക്ടർ നെഗറ്റീവാണ്, ഇവരോടൊരു പോസിറ്റീവ് ക്യാരക്ടർ കൊടുത്താൽ അതൊരു റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വരും. അവരുടെ മോശമായ ക്യാരക്ടറിനുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വരും. അത് നമ്മളിപ്പോ ഒരു ആളിപ്പോ ഒരു കണ്ടക്ട് ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ബിഹേവിയർ, അവൻ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന വെച്ച് നമ്മളിത് വളരെ കൃത്യമായിട്ടൊരു പോസിറ്റീവായിട്ട് അവനെ മോൾഡ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ് സംസാരിച്ച് മാറ്റുക എന്നുള്ള രീതി തന്നെയാണ് പലപ്പോഴും ചെയ്യുന്ന രീതി. അവനെ നമുക്ക് കംപ്ലീറ്റ് എഗനിസ്റ്റ് ആയിട്ടുള്ള രീതിയിലോട്ട് പലപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ബിഹേവിയർ അവനത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാറില്ല പലപ്പോഴും. അപ്പൊ അതൊരു സബ്ജക്റ്റീവ് എന്ന രീതിയിൽ അവൻ അനലൈസ് ചെയ്യുകയും അവന്റെ കേസ് എടുക്കുകയും അതിനുശേഷം ഏത് രീതിയിലുള്ള രീതിയിൽ വേണം അവന്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി, എന്താണ് അവന്റെ കോസ് ഫാക്ടർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ ചെയ്തു വരുന്നത്. പല രീതിയിലുള്ള ഈ റീഇൻഫോഴ്സ്മെന്റുകൾ കൊടുക്കാറുണ്ട്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. പക്ഷെ കംപ്ലീറ്റ് ഈ പറഞ്ഞ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിക്കഴിഞ്ഞാലും ഒരു പ്രോപ്പർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവാറില്ല. താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. സർ ഒരു ഡൗട്ട്, ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പറഞ്ഞില്ലേ, അവർക്ക് ജന്മനാ ഉള്ള പ്രശ്നമല്ല, പിന്നീട് ഉണ്ടാവുന്ന പ്രോബ്ലം ആണോ? അതെ, ട്രാൻസ്ജെൻഡറിന്റെ ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഇതാണ്. ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ഒരു ജനറ്റിക് ഡിഫറൻസസ് ആണ്, ഒരു ഹോർമോണൽ അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഫാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണത്. അത് പക്ഷെ അത് മൈക്കൊന്ന് നോക്കാവും.
ഈ ട്രാൻസ്ജെൻഡർ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്ന ഒരു അബ്നോർമൽ ബിഹേവിയർ ആയിട്ടല്ല സൈക്കോളജി കാണുന്നത്. പക്ഷെ 1970 ഒക്കെ ആ സമയത്ത് ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിനെയൊക്കെ ഒരു അബ്നോർമൽ ബിഹേവിയർ ആയിട്ട് കണ്ടിരുന്നു. പിന്നീട് മനസ്സിലായി ഇതൊരു അബ്നോർമൽ നേച്ചർ അല്ലെന്ന് മനസ്സിലാക്കി. പക്ഷെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തി അയാളിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ എന്നുള്ളൊരു ഡിസോർഡർ ഉണ്ട്, അറിയാലോ. ഇത് ട്രാൻസ്ജെൻഡറിന് മാത്രം സംഭവിക്കുന്ന ഡിസോർഡർ അല്ല, സാധാരണ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഡിസോർഡർ ആണ്. അതായത് നമ്മൾ ഓപ്പോസിറ്റ് ഒരാളുടെ ജെൻഡർ ആയിട്ട് നമ്മൾ ചേഞ്ച് ആയി പോകും, ആ രീതി നമ്മൾ ബിഹേവ് ചെയ്ത് തുടങ്ങും. ഈ ട്രാൻസ്ജെൻഡേഴ്സിന് 40% ചാൻസ് ഹൈ ആണ് അങ്ങനെ കാണിക്കാൻ വേണ്ടി. അതായത് മെയിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ, മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അയാൾ നേരെ ആ ഒരു ഡിസോർഡർ രീതിയിലോട്ട് അയാൾ ഡ്രസ്സ് ധരിക്കുക, അല്ലെങ്കിൽ വളരെ മറ്റ് ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന രീതിയിൽ അയാൾ ആയിത്തീരുന്ന ഒരു കണ്ടീഷനാണ് ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാതെ ട്രാൻസ്ജെൻഡർ എല്ലാം ഡിസോർഡർ ഉള്ളവരല്ല. പക്ഷെ 40% ഹൈ അവർക്ക് ഈ ഡിസോർഡർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ട്രാൻസ്ജെൻഡേഴ്സിന്. ഇത് അവരുടെ ജനറ്റിക് ഫാക്ടർ ഒരു കോസ് ഫാക്ടറാണ്. ജനറ്റിക് അവർക്ക് ടെൻഡൻസി കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നെങ്കിൽ പോലും ഈ ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൊസൈറ്റിയുടെ ഡിസ്ക്രിമിനേഷൻ ആണ്, സോഷ്യൽ ഫോബിയ ആണ്. അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയല്ല, ട്രാൻസ്ഫോബിക് നേച്ചർ നിൽക്കുകയാലും ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യാറുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇഷ്യൂസിനകത്ത് അവർ ഡിപ്രസ്ഡ് ആവാറുണ്ട്. പലപ്പോഴും ഇവരുടെ സെൽഫ് എസ്റ്റീം, ഇവരുടെ ആ ഇഷ്യൂസ് ഒക്കെ താരതമ്യേന വളരെ കൂടുതലായിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി പലപ്പോഴും ഇവരെ കാണുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കാനഡയിലൊക്കെ ആണെങ്കിൽ ട്രാൻസ് ഫ്രണ്ട്ലി സൊസൈറ്റി ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡിസ്ക്രിമിനേഷൻ ഇല്ല, എവിടെ പോയിരിക്കാം, അവരെ കൂടുതൽ ആരും തുറിച്ചു നോക്കില്ല, അവരെ കളിയാക്കില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വിശ്വാസങ്ങളുള്ള സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ഡിസ്ക്രിമിനേഷൻ പതുക്കെ തുടങ്ങുകയാണ്. അത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്നും അല്ലെങ്കിൽ സൊസൈറ്റി കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇഷ്യൂസ് ആയിട്ട് പലപ്പോഴും കൺവേ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് സർക്കിളുണ്ടോ? ഓക്കെ, നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ.